ലോക ബാങ്ക് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് എത്രയെന്ന് ചോദിച്ചാൽ, ഹായ് നമസ്കാരം, എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു വീക്ക്ലി സെഷനിലോട്ട് സ്വാഗതം. ഞാൻ ജയകൃഷ്ണൻ നാവായിക്കുളം. അപ്പോൾ നമ്മുടെ വീക്ക്ലി സെഷനാണ് ഇന്ന് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കറണ്ട് അഫേഴ്സ് ആണല്ലേ. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് ക്ലാസ്സുകൾ കണ്ടു തീർക്കാൻ ശ്രമിക്കുക, നോട്ട്സുകൾ പ്രിപ്പറേഷൻ ചെയ്ത് വയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കെന്തായാലും ഇന്ന് സെപ്റ്റംബർ 2 മുതൽ 7 വരെയുള്ള ആനുകാലിക ചോദ്യങ്ങളെല്ലാം വളരെ ക്ലിയർ ആയിട്ടും വളരെ ക്രിസ്റ്റലായിട്ടും നമുക്കൊന്ന് പഠിച്ചു തീർക്കാം. എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുക. ഇവിടെ നോക്കിക്കേ, ആദ്യമായിട്ട് അന്താരാഷ്ട്ര നാളികേര ദിനം. അന്താരാഷ്ട്ര നാളികേര ദിനം എന്നു ചോദിച്ചാൽ സെപ്റ്റംബർ 2 കേട്ടോ. സെപ്റ്റംബർ 2 പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് അന്താരാഷ്ട്ര നാളികേര ദിനം. ഈ വർഷത്തെ 2024 അന്താരാഷ്ട്ര നാളികേര ദിനത്തിൻ്റെ പ്രമേയം കോക്കനട്ട് ഫോർ എ സർക്കുലർ എക്കോണമി ബിൽഡിംഗ് പാർട്ണർഷിപ്പ് ഫോർ മാക്സിമം വാല്യൂ. എന്താണ് ഞാൻ പറഞ്ഞിരിക്കുന്ന ആ ഒരു പ്രമേയം? കോക്കനട്ട് ഫോർ എ സർക്കുലർ എക്കോണമി ബിൽഡിംഗ് പാർട്ണർഷിപ്പ് ഫോർ മാക്സിമം വാല്യൂസ് എന്നതാണ് അന്താരാഷ്ട്ര നാളികേര ദിനത്തിൻ്റെ പ്രമേയം. ഒരു വൃത്താകൃതിയിലുള്ള സമ്പദ് വ്യവസ്ഥയ്ക്കുള്ള നാളികേരം പരമാവധി മൂല്യത്തിലേക്കുള്ള പങ്കാളിത്തം കെട്ടിപ്പടുത്തുക എന്നതായിരുന്നു ഈ വർഷത്തെ അന്താരാഷ്ട്ര നാളികേര ദിനത്തിൻ്റെ പ്രമേയം. എങ്കിൽ ഏതു വർഷം മുതലാണ് അന്താരാഷ്ട്ര നാളികേര ദിനം നമ്മൾ ആഘോഷിച്ചു തുടങ്ങിയത്? 2009 മുതലാണ് അന്താരാഷ്ട്ര നാളികേര ദിനം തുടങ്ങിയത്. കൂടാതെ തന്നെ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം, പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാമത് നിൽക്കുന്നത് കർണാടകയാണ്. ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാമത് നിൽക്കുന്നതാണെങ്കിൽ കർണാടകയാണ്. കേരളത്തിൻ്റെ റാങ്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ കേരളം 3-ാം സ്ഥാനത്താണ്. ഇതിനിടയിൽ 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത് തമിഴ്നാടാണ് കേട്ടോ, തമിഴ്നാട്. സോ അന്താരാഷ്ട്ര നാളികേര ദിനം എന്നത് ചോദിച്ചാൽ നിങ്ങൾ നിശംസം പറയുക സെപ്റ്റംബർ 2 സെപ്റ്റംബർ 2 പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ കർണാടകയാണ്. കേരളത്തിൻ്റെ റാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ കേരളം 3-ാം സ്ഥാനത്താണ്. അടുത്തതായി മറ്റൊരു ചോദ്യം, 2024 ദേശീയ പോഷകാഹാര വാരത്തിൻ്റെ പ്രമേയം എന്താണ്? സോ ഈ ഒരു പ്രമേയം പഠിക്കുന്നതിന് മുന്നേ ഈ ഒരു വാരം എന്ന് വരെയാണ്? സെപ്റ്റംബർ 1 മുതൽ 7 വരെയാണ്. സെപ്റ്റംബർ 1 മുതൽ 7 വരെയാണ് ദേശീയ പോഷകാഹാര വാരം അല്ലെങ്കിൽ നാഷണൽ ന്യൂട്രീഷൻ വീക്ക് എന്ന് പറയുന്നത്. എങ്കിൽ ഈ വർഷത്തെ 2024 പ്രമേയം ന്യൂട്രീഷ്യസ് ഡയറ്റ് ഫോർ എവരി വൺ. ന്യൂട്രീഷ്യസ് ഡയറ്റ് ഫോർ എവരി വൺ എന്നായിരുന്നു ഈ വർഷത്തെ പ്രമേയം. എല്ലാവർക്കും പോഷകാഹാരം എന്നതായിരുന്നു ന്യൂട്രീഷ്യസ് ഡയറ്റ് ഫോർ എവരി വൺ എന്ന് പറയുന്നത്. അപ്പോൾ 2 കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഒന്നാമതായിട്ട് ഈ ഒരു അന്താരാഷ്ട്ര നാളികേര ദിനം, അതിനുശേഷം ഈ ഒരു ദേശീയ പോഷകാഹാര വാരത്തെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? എങ്കിൽ നേരെ നമുക്ക് മറ്റൊരു ചോദ്യത്തിലൂടെ പോകാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കോണ്ടൻ്റാണ്. നമ്മുടെ എക്സാം വ്യൂ പോയിന്റ് നോക്കുകയാണെങ്കിൽ ദേശീയ അധ്യാപക ദിനം പലപ്പോഴും ചോദിച്ചിട്ടുണ്ടല്ലേ. സോ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനം. സെപ്റ്റംബർ 5 പ്രത്യേകത എന്താണ്? ദേശീയ അധ്യാപക ദിനം. നമ്മുടെ മുൻ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത്. എന്ന് മുതലാണ് ദേശീയ അധ്യാപക ദിനം ആചരിച്ചു തുടങ്ങിയെന്ന് ചോദിച്ചാൽ 1962 മുതൽ. 1962 മുതലാണ് ഇന്ത്യയിൽ അധ്യാപക ദിനം ആചരിച്ചു തുടങ്ങിയത്. കൂടാതെ ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ 5 എങ്കിൽ ലോക അധ്യാപക ദിനമാകുമ്പോൾ ഒക്ടോബർ 5 കേട്ടോ. രണ്ടും കൂടെ തിരിഞ്ഞു പോകരുത്. സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനം എങ്കിൽ ലോക അധ്യാപക ദിനം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒക്ടോബർ 2 അല്ലേ. ഒക്ടോബർ 5 ഒക്ടോബർ 5. ഇനി നേരെ മറ്റൊരു ചോദ്യത്തിലോട്ട് പോകാം. ചോദ്യം എങ്ങനെയാണ്? 2024 അപരാജിത വിമൻ ആൻഡ് ചൈൽഡ് ബില്ല്, അതുമല്ലെങ്കിൽ അപരാജിത ശിശു വനിതാ ബില്ല് അവതരിപ്പിച്ച സംസ്ഥാനം ബംഗാളാണ് കേട്ടോ, ബംഗാൾ. അപ്പോൾ എന്താണ് അപരാജിത വിമൻ ആൻഡ് ചൈൽഡ് ബില്ല് എന്ന് പറയുന്നത്? ഈ ഒരു സംസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി ബലാത്സംഗ കുറ്റത്തിന് വിധിക്കപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറ്റവാളിയാകുകയാണെങ്കിൽ അയാളെ വധശിക്ഷ വരെ നൽകുവാൻ വ്യവസ്ഥ ചെയ്യുന്ന ഒരു ബില്ലായിരുന്നു ഈ ഒരു അപരാജിത വിമൻ ആൻഡ് ചൈൽഡ് ബില്ല്. ഈ ബില്ല് ഇപ്പോൾ നിലവിൽ ബംഗാൾ നിയമസഭ പാസ്സാക്കിയിരിക്കുകയാണ്. സോ അറിഞ്ഞിരിക്കുക, 2024 അപരാജിത വിമൻ ആൻഡ് ചൈൽഡ് ബില്ല് അവതരിപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിയമസഭ പാസ്സാക്കിയിരിക്കുന്ന ആ ഒരു സംസ്ഥാനം ഏതെന്ന് വെച്ചാൽ ബംഗാളാണ്. എങ്കിലും ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ നിലവിലെ ബംഗാളിൻ്റെ മുഖ്യമന്ത്രി ആരാണ്? CM ആരാണ്? മമതാ ബാനർജിയാണ് നിലവിലെ ബംഗാളിലെ CM എന്ന് പറയുന്നത് അല്ലേ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ നമുക്ക് എന്തായാലും മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം കേട്ടോ. ചോദ്യം എങ്ങനെയാണ്? 2024 സെപ്റ്റംബറിൽ
പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിംഗപ്പൂർ സന്ദർശന വേളയിൽ എത്ര ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചു അല്ലെങ്കിൽ സൈൻ ചെയ്തിരിക്കുന്നു? അപ്പോൾ നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസങ്ങളിൽ സിംഗപ്പൂർ സന്ദർശിക്കുന്നതും അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ പത്രമാധ്യമങ്ങളിൽ ശ്രദ്ധിച്ചു കാണണം. സോ അറിഞ്ഞ അദ്ദേഹം സിംഗപ്പൂർ ആ ഒരു വിസിറ്റിനിടയിൽ 4 ധാരണാപത്രങ്ങളിൽ നിലവിൽ സൈൻ ചെയ്തിരിക്കുന്നു. 2024 സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു സിംഗപ്പൂർ സന്ദർശന വേളയിൽ എത്ര ധാരണാപത്രങ്ങളിൽ സൈൻ ചെയ്തിരിക്കുകയാണ്? 4 ധാരണാപത്രങ്ങളിൽ സൈൻ ചെയ്തിരിക്കുകയാണ്. ക്ലിയർ ആണല്ലോ? ആ 4 ധാരണാപത്രങ്ങൾ ഏതൊക്കെയാണ്? സെമി കണ്ടക്ടർ, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, നൈപുണ്യ വികസനം, ആരോഗ്യ രക്ഷ എന്നീ രംഗങ്ങളിലെ സഹകരണത്തിന് വേണ്ടിയാണ് 4 ധാരണാപത്രങ്ങളിൽ നിലവിൽ സൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ സിംഗപ്പൂരിൻ്റെ പ്രധാനമന്ത്രിയായ ലോറൻസ് വോങ്ങുമായിട്ടും അദ്ദേഹം നരേന്ദ്രമോദി കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ അറിഞ്ഞിരിക്കണം, നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചിരിക്കണം, സിംഗപ്പൂരിൻ്റെ നിലവിലെ പ്രധാനമന്ത്രി ആരാണ്? ലോറൻസ് വോങ് ആണ്. സിംഗപ്പൂരിൻ്റെ നിലവിലെ പ്രൈം മിനിസ്റ്റർ ആരാണ് അല്ലെങ്കിൽ PM ആരാണ്? ലോറൻസ് വോങ് ആണ്. ക്ലിയർ ആണല്ലോ? എത്ര ധാരണാപത്രങ്ങൾ ഇന്ത്യയും ഈ ഒരു സിംഗപ്പൂരും തമ്മിൽ സൈൻ ചെയ്തിരിക്കുന്നു? 4 ധാരണാപത്രങ്ങളിൽ നിലവിൽ സൈൻ ചെയ്തിരിക്കുന്നു. ശരിയെങ്കിൽ നമുക്ക് എന്തായാലും മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. 2024 ഓഗസ്റ്റിൽ ലോക ബാങ്ക് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് എത്രയെന്ന് ചോദിച്ചാൽ 7%. 2024-25 ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ ഈ ഒരു നമ്മുടെ വേൾഡ് ബാങ്കിൻ്റെ കണക്ക് പ്രകാരം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്കാണെങ്കിൽ 7%. എന്നാൽ 2023-24 ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് 8.2% ആയിരുന്നു. 8.2%. ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. എക്കണോമിക്സുമായിട്ട് മിക്സ് ചെയ്ത് ചോദിക്കാൻ കഴിയുന്ന ഒരു കറണ്ട് അഫേഴ്സ് ആണല്ലേ. സോ നമുക്ക് എന്തായാലും മറ്റൊരു ക്വസ്റ്റ്യൻ പോകാം. അടുത്ത ഒബിച്ചോറിയാണ്. ഇത് വളരെ പ്രോമിനൻ്റ് ആയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇവരുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച ചലച്ചിത്ര നിരൂപകയുടെ പേര് അരുണ വാസുദേവ്. 2024 സെപ്റ്റംബറിൽ അന്തരിച്ചിരിക്കുന്ന ചലച്ചിത്ര നിരൂപകയുടെ പേരെന്തെന്ന് വെച്ചാൽ അരുണ വാസുദേവ് എന്നാണ്. ഈ വനിതയെ ഏഷ്യൻ സിനിമയുടെ അമ്മ എന്നാണ് അറിയപ്പെടുന്നത്. നോക്കിയാൽ വലിയൊരു വിശേഷണം തന്നെയാണല്ലേ. ഏഷ്യൻ സിനിമയുടെ അമ്മ എന്നറിയപ്പെടുന്നതാണെങ്കിൽ അരുണ വാസുദേവ്. കൂടാതെ ഫിപ്രസി ഇന്ത്യ ഏർപ്പെടുത്തിയ ആദ്യത്തെ സത്യജിത്ത് റായ് പുരസ്കാരം ലഭിച്ചിരിക്കുന്ന വനിതയും ആരാണ്? അരുണ വാസുദേവ്. ഫിപ്രസി ഇന്ത്യ ഏർപ്പെടുത്തിയ ആദ്യത്തെ സത്യജിത്ത് റായ് പുരസ്കാരം ലഭിച്ചിരിക്കുന്ന വനിത ആരാണ്? അരുണ വാസുദേവ്. ഇവിടെ നോക്കിക്കേ, അരുണ വാസുദേവും ലതിക പടുഗാവോങ്കറും രശ്മി ദുരൈസ്വാമിയും ചേർന്ന് എഴുതിയ ഒരു പുസ്തകമാണ് ബീയിങ് ആൻഡ് ബിക്കമിങ് ദി സിനിമാസ് ഓഫ് ഏഷ്യ. വളരെയധികം പ്രശസ്തമായൊരു പുസ്തകമാണ്. ലതിക പടുവോങ്കറും അതുപോലെ തന്നെ രശ്മി ദുരൈസ്വാമിയും അരുണ വാസുദേവും സംയുക്തമായിട്ട് എഴുതിയൊരു പുസ്തകമാണ് ബീയിങ് ആൻഡ് ബിക്കമിങ് ദി സിനിമാസ് ഓഫ് ഏഷ്യ എന്ന് പറയുന്നത്. സോ ഈ ഒരു പുസ്തകത്തെ ഏഷ്യൻ സിനിമയെ സംബന്ധിച്ചുള്ള വളരെയധികം നാഴികക്കല്ലാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ഒരു പുസ്തകത്തെ ബീയിങ് ആൻഡ് ബിക്കമിങ് ദി സിനിമാസ് ഓഫ് ഏഷ്യ എന്ന് പറയുന്ന പുസ്തകം. സോ ഇത്രയും കോണ്ടന്റുകൾ ഈ ഭാഗത്ത് നിന്ന് അരുണ വാസുദേവുമായി റിലേറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കണം. അടുത്ത മറ്റൊരു ചോദ്യം, സ്റ്റെയിൻലെസ് സ്റ്റീൽ മേഖലയിൽ ഇന്ത്യയിൽ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിതമായത് എവിടെയാണ്? ഹിസാറിലാണ്. ഹിസാർ സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലാണ് കേട്ടോ. ഹരിയാനയിലാണ് ഹിസാർ സ്ഥിതി ചെയ്യുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ മേഖലയിലെ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ ഹിസാറിലാണ്. ഇവിടെ നോക്കിക്കേ, ഇന്ത്യൻ സർക്കാരിൻ്റെ കാഴ്ചപ്പാടിൽ ഇന്ത്യൻ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നതാണ് നെറ്റ് സീറോ കാർബൺ എമിഷൻ. അതായത് കാർബണിൻ്റെ 0% എമിഷൻ കൈവരിക്കുമെന്ന് പറയുന്നത് അല്ലെങ്കിൽ കൈനേടുമെന്ന് പറയുന്നത് 2070 അതിനുവേണ്ടി പല പദ്ധതികളും പ്രോജക്റ്റുകളും എല്ലാം ഇന്ത്യയുടെ പല ഭാഗങ്ങളും നടപ്പിലാക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇന്ത്യയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ മേഖല ഇന്ത്യയിൽ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് എന്ന് പറയും. നിലവിൽ വന്നിരിക്കുന്നത് ഹിസാറിലാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ വ്യവസായത്തിനുള്ള ലോകത്തിലെ ആദ്യത്തെ ഓഫ് ഗ്രിഡ് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റും മേൽക്കൂരയും കൂടാതെ ഫ്ലോട്ടിംഗ് സോളാറുമുള്ള ലോകത്തിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റാണ് ഇപ്പോൾ നിലവിൽ ഹരിയാനയിലെ ഹിസാറിൽ നിലവിൽ വന്നിരിക്കുന്നത്. ഈ ഒരു ഗ്രീൻ ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കോണ്ടന്റ് കൂടി നമുക്ക് പഠിക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ മൾട്ടി പർപ്പസ് അതായത് കമ്പൈൻഡ് ഹീറ്റ് ആൻഡ് പവർ ഗ്രീൻ ഹൈഡ്രജൻ പൈലറ്റ് പ്രോജക്റ്റിൻ്റെ അടുത്തിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന നാൽപാ ചാക്രി ജലവൈദ്യുത നിലയത്തിലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ മൾട്ടി പർപ്പസ് ഗ്രീൻ ഹൈഡ്രജൻ പൈലറ്റ് പ്രോജക്റ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതാണ് നാൽപാ ചാക്രി ജലവൈദ്യുത നിലയത്തിലാണ്. ഈ നാൽപാ ചാക്രി
ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന സത്ലജ് നദിയിലാണല്ലേ. സത്ലജ് നദിക്ക് കുറുകെയാണ് ഈ ഒരു പദ്ധതി, ഈ ഒരു ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത്. സോ ഈ ഒരു ജലവൈദ്യുത നിലയമാണ് ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി പർപ്പസ് ഗ്രീൻ ഹൈഡ്രജൻ പൈലറ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അടുത്തതായി മറ്റൊരു ചോദ്യം, രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ച് നിലവിൽ വന്നത് എവിടെയെന്ന് വെച്ചാൽ ബംഗളൂരിലാണ് കേട്ടോ. ബംഗളൂരു. ഈ ഒരു ഭാരത് വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ചിൻ്റെ വേഗത മണിക്കൂറിൽ 160 km/h ആണ്. മണിക്കൂറിൽ 160 km/h ആണ്. കൂടാതെ അടുത്തിടെ ഏത് സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഫലമായിട്ടാണ് കാജി നേമുവിനെ പ്രഖ്യാപിച്ചത്? കാജി നേമുവിനെ അടുത്തിടെ ഏത് സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഫ്രൂട്ടായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്? അസമാണ് കേട്ടോ. അസമിൻ്റെ നിലവിലെ ഔദ്യോഗിക ഫലം ഏതെന്ന് ചോദിച്ചാൽ കാജി നേമുവാണ്. കാജി നേമുവിന് GI ടാഗ് അല്ലെങ്കിൽ ഭൗമസൂചിക പദവി ലഭിച്ചതാണെങ്കിൽ 2019. കാജി നേമുവിന് GI ടാഗ് ലഭിച്ച വർഷം 2019. ഈ ഒരു കാജി നേമു എന്ന ഈ ഒരു ഫ്രൂട്ടിൻ്റെ സയൻറ്റിഫിക് നെയിം അല്ലെങ്കിൽ ശാസ്ത്രീയ നാമവും സിട്രസ് ലിമൺ എന്നാണ് ഈ ഒരു ഫ്രൂട്ടിൻ്റെ ഔദ്യോഗിക നാമം അല്ലെങ്കിൽ സയൻറ്റിഫിക് നെയിം. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ച് നിലവിൽ വന്നതാണെങ്കിൽ ബംഗളൂരിലാണ്. കൂടാതെ തന്നെ ഈ ഒരു കാജി നേമു എന്ന ഈ ഒരു ഫലം ഔദ്യോഗിക ഫലമാക്കിയിരിക്കുന്ന അസമിലാണ്. എങ്കിൽ എൻ്റെ ചോദ്യം, അസമിൻ്റെ നിലവിലെ CM മുഖ്യമന്ത്രിയാണെങ്കിൽ ഹിമന്ത ബിശ്വ ശർമ്മ. എങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യനോട് പോകാം. ചോദ്യം ഇങ്ങനെയാണ് കേട്ടോ. 2024 സെപ്റ്റംബറിൽ DRDO ഡയറക്ടർ ജനറലായിട്ട് നിയമിതയാണെങ്കിൽ ഡോക്ടർ K രാജലക്ഷ്മി മേനോൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യനാണ്. DRDO ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ഇന്ത്യക്ക് വേണ്ടിയുള്ള ഈ ഒരു ആണവ വെപ്പൺസുകളും ഈ ഒരു ആണവ വെപ്പൺസും അതുപോലെ തന്നെ മറ്റു ഉപകരണങ്ങളും നിർമ്മിക്കുന്ന ഒരു സ്ഥാപനമാണ് DRDO എന്ന് പറയുന്നത് അല്ലേ. ബാലിസ്റ്റിക് മിസൈലിൻ്റെയും അതുപോലെ തന്നെ ക്രൂയിസ് മിസൈലിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന, അതിൻ്റെയൊക്കെ റിസർച്ചുകളും ഡെവലപ്മെൻറ്റും നടപ്പിലാക്കുന്ന ഒരു സ്ഥാപനമാണ് DRDO. എങ്കിൽ DRDOയുടെ നിലവിലെ ഡയറക്ടർ ജനറൽ ആരെന്ന് വെച്ചാൽ ഡോക്ടർ K രാജലക്ഷ്മി മേനോനാണ്. അടുത്ത മറ്റൊരു ചോദ്യം. കൂടാതെ ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. DRDOയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? സമീർ വി കാമത്താണ് നിലവിലെ DRDOയുടെ ചെയർമാൻ. എങ്കിൽ DG ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ K രാജലക്ഷ്മി മേനോൻ. അടുത്ത മറ്റൊരു ചോദ്യത്തിലൂടെ പോവാം. 2024 ഓഗസ്റ്റിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിൻ്റെ പേരെന്ത്? അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിൻ്റെ പേര് അസ്ന എന്നാണ് കേട്ടോ. അസ്ന എന്ന പേര് നൽകിയിരിക്കുന്ന പാകിസ്ഥാനാണ്. അറബിക്കടലിലാണ് രൂപം കൊണ്ടിരിക്കുന്നത്. അറബിക്കടൽ ഇതിലുമായുണ്ട് അല്ലേ. സോ അങ്ങനെ പഠിച്ചു വെച്ചിരിക്കുക. 2024 ഓഗസ്റ്റിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണെങ്കിൽ അസ്നയാണ്. അസ്നയ്ക്ക് പേര് നൽകിയിരിക്കുന്ന രാജ്യം പാകിസ്ഥാനാണ്. അംഗീകരിക്കപ്പെടുകയോ പ്രശംസിക്കപ്പെടുകയോ ചെയ്യേണ്ടത് എന്നതാണ് ഈ ഒരു അസ്നയുടെ അർത്ഥം. അംഗീകരിക്കപ്പെടുകയോ അല്ലെങ്കിൽ പ്രശംസിക്കപ്പെടുകയോ ചെയ്യേണ്ടത് എന്നതാണ് ഈ ഒരു അസ്ന എന്ന ഈ ഒരു പദത്തിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. സോ നമുക്ക് എന്തായാലും മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ചോദ്യം ഇങ്ങനെയാണ്. ഇന്ത്യയിലെ ഏത് നഗരത്തിലാണ് ഗൂഗിളിൻ്റെ AI ലാബ് നിലവിൽ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെന്നൈയിലാണ് ഇനി നിലവിൽ വരാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം MK സ്റ്റാലിൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കാലിഫോർണിയ സന്ദർശിക്കുകയും USA കാലിഫോർണിയ സന്ദർശിക്കുകയും ഗൂഗിളിൻ്റെ ഈ ഒരു ഓഫീസിൽ ചില കരാറുകളിൽ സൈൻ ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? അതായത് ചെന്നൈയിൽ ഈ ഒരു ഗൂഗിളിൻ്റെ AI ലാബ് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള കരാറുകളിലാണ് ഇപ്പോൾ നിലവിൽ ഗൂഗിളുമായിട്ട് MK സ്റ്റാലിൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കാലിഫോർണിയയിൽ വെച്ച് സൈൻ ചെയ്തിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്. ഇന്ത്യയിലെ ഏത് നഗരത്തിലാണ് ഗൂഗിളിൻ്റെ AI ലാബ് ഇനി നിലവിൽ വരാൻ പോകുന്നത്? ചെന്നൈയിലാണ്. എന്തിനു വേണ്ടിയാണ്? വിദ്യാർത്ഥികൾക്ക് നിർമ്മിത ബുദ്ധിയിൽ പരിശീലനം നൽകുന്നതിനും സ്റ്റാർട്ടപ്പുകൾക്കും ചെറുകിട വ്യവസായങ്ങൾക്കും നിർമ്മിത ബുദ്ധി സേവനം നൽകുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നിലവിൽ തമിഴ്നാട് സർക്കാരും ഗൂഗിളും ഇങ്ങനെ ഒരു കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഈ AI ലാബ് നിലവിൽ വരുന്നതാണെങ്കിൽ ചെന്നൈയിലാണ് എന്നുള്ള കാര്യം നിങ്ങൾ സ്പെസിഫിക് ആയിട്ടൊന്ന് പഠിക്കുക. അടുത്തായി മറ്റൊരു ചോദ്യം. സംസ്ഥാനത്തെ, നമ്മുടെ കേരളത്തിലെ ആദ്യ ഓപ്പൺ ബുക്ക് പരീക്ഷ നടപ്പിലാക്കുന്ന സർവകലാശാല അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി. ഓപ്പൺ ബുക്ക് സർവകലാശാല ഒന്നുമില്ല. അതായത് നിങ്ങൾ ഈ കോളേജിലാണ്, ഈ ഒരു യൂണിവേഴ്സിറ്റിയിലാണ് അഡ്മിഷൻ എടുത്തതെങ്കിൽ ഓപ്പൺ ആണല്ലോ, അതായത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണല്ലോ. സോ അങ്ങനെ എക്സാം എഴുതുന്ന സമയം നിങ്ങൾക്ക് റഫർ ചെയ്ത് എഴുതുന്നതിന് വേണ്ടി ടെക്സ്റ്റ് ബുക്കുകൾ കൊണ്ടുപോകാൻ കഴിയും. അതിനെയാണ് ഓപ്പൺ ബുക്ക് പരീക്ഷ എന്ന് പറയുന്നത്. സംസ്ഥാനത്തെ ആദ്യ ഓപ്പൺ ബുക്ക് പരീക്ഷ നടപ്പിലാക്കുന്ന സംസ്ഥാനമാണെങ്കിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയാണ്. എങ്കിൽ പറഞ്ഞേടാ, ഈ ഒരു സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ആരാണ്? PV ജഗതിരാജാണ്. പുതിയ വൈസ് ചാൻസലറാണ് PV ജഗതിരാജ്. ചാൻസലർ നമുക്ക് എപ്പോഴും അറിയാം കേരള ഗവർണർ ആയിരിക്കും ചാൻസലർ എന്ന് പറയുന്നത്. എന്നാൽ
വൈസ് ചാൻസലർ ആണെങ്കിൽ PV ജഗതിരാജ്. എവിടെയാണ്? ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആസ്ഥാനം കൊല്ലത്താണ്. ഇവിടെ കൊല്ലം. സോ നമുക്ക് എന്തായാലും മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. വ്യവസായ നിക്ഷേപ സൗഹൃദ സംസ്ഥാനങ്ങളുടെ 2022 റാങ്കിങ്ങിൽ 1-ാം റാങ്ക് നേടിയിരിക്കുന്ന സംസ്ഥാനമാണെങ്കിൽ നമ്മുടെ കേരളം തന്നെയാണ്. 2022 1-ാം റാങ്ക് കരസ്ഥമാക്കി. എന്നാൽ അതിനു മുന്നേ 2021 കേരളം 14-ാം റാങ്ക് ആയിരുന്നു. അതിൽ നിന്നാണ് 2022 1-ാം റാങ്ക് നിലവിൽ കരസ്ഥമാക്കിയിരിക്കുന്നത്. വ്യവസായ നിക്ഷേപ സൗഹൃദ സംസ്ഥാനങ്ങളുടെ 2022 റാങ്കിങ്ങിൽ 1-ാം റാങ്ക് നേടിയിരിക്കുന്ന സംസ്ഥാനമാണെങ്കിൽ കേരളമാണ്. ഈ പുരസ്കാരം കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങിയത്, അതായത് പീയൂഷ് ഗോയൽ, കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാണ്, വ്യവസായ മന്ത്രിയാണ് പീയൂഷ് ഗോയൽ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങിയിരിക്കുന്നതാണെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ വ്യവസായ മന്ത്രി P. രാജീവാണ്. P. രാജീവാണ് അത് ഏറ്റുവാങ്ങിയത്. അടുത്ത മറ്റൊരു ചോദ്യം. ആദിവാസി കുട്ടികൾക്ക് ബദൽ വിദ്യാഭ്യാസം നൽകുന്നതിനായി വയനാട്ടിലെ ഈ ഒരു ചിങ്ങോട് സ്ഥാപിച്ച ഗുരുകുലം ആശ്രമം കനവ് എന്നാണ്. കനവ്. ഇവിടെ ഈ ഒരു ആദിവാസി ഗ്രാമങ്ങളിലെ ഒരു രീതി എന്ന് പറയാം, അവരെ സ്കൂളിലോട്ട് പറഞ്ഞയക്കാറില്ല. നാടുകളിലെ സ്കൂളുകളിലോട്ട് കുട്ടികളെ പറഞ്ഞയക്കാറില്ല. സോ അവരുടെ തന്നെ ഒരു രീതിയിൽ, അവരുടെ തന്നെ ഈ ഒരു ഗുരുകുല ആശ്രമം രൂപീകരിച്ച് അവരെ അതിൽ പ്രാപ്യമാക്കുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സോ അറിഞ്ഞിരിക്കുക, ആദിവാസി കുട്ടികൾക്ക് ബദൽ വിദ്യാഭ്യാസം നൽകുന്നതിന് വയനാട്ടിലെ ചിങ്ങോട് സ്ഥാപിച്ചിരിക്കുന്ന ഗുരുകുലം ആശ്രമത്തിന് നൽകിയിരിക്കുന്ന പേരാണെങ്കിൽ കനവ് എന്നാണ്. കനവ്. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് രാജിവെച്ചതിനെ തുടർന്ന് ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നതാണെങ്കിൽ പ്രേം കുമാറാണ്. സിനിമാ നടനായി നിങ്ങൾ എല്ലാവർക്കും അറിയാം. പ്രേം കുമാർ പഴയ നടനാണല്ലേ. സോ ഇപ്പോൾ നിലവിൽ വലിയ സിനിമകളൊന്നുമില്ല, എങ്കിലും അദ്ദേഹത്തെ നമുക്കെല്ലാവർക്കും വളരെയധികം സുപരിചിതമാണ്. സോ അറിയില്ല, കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ രഞ്ജിത്ത് അടുത്തിടെ രാജിവെച്ചതിനെ തുടർന്ന് പുതിയ ചെയർമാനായിട്ട് താൽക്കാലിക ചെയർമാനായിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുന്ന പ്രേം കുമാറിനെയാണ്. ആദ്യമായിട്ടാണ് സംവിധായകനല്ലാത്ത ഒരാളെ ഇവിടെ ഈ ഒരു സ്ഥാനത്ത് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്. നമുക്ക് കേരള ചലച്ചിത്ര അക്കാദമി എല്ലാം നമ്മുടെ സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു കാര്യമാണ്. ചലച്ചിത്ര അക്കാദമി, അതുപോലെ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ഷാജി എൻ കരുണാണ്. എങ്കിൽ കേരള ചലച്ചിത്ര അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ പ്രേം കുമാറാണ്. ഈ രണ്ട് സ്ഥാപനങ്ങളും നമ്മുടെ സാംസ്കാരിക വകുപ്പിന് കീഴിലാണ് വരുന്നത്. എങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പിൻ്റെ മന്ത്രി ആരാണ്? സജി ചെറിയാനാണല്ലേ. ഫിഷറീസും സാംസ്കാരിക വകുപ്പൊക്കെ കൈകാര്യം ചെയ്യുന്നത് സജി ചെറിയാനാണ്. അടുത്ത മറ്റൊരു ചോദ്യം. ക്യാൻസർ മരുന്നുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്നത് ലക്ഷ്യമിട്ട് ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത്? ക്യാൻസർ മരുന്നുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ, കേട്ടോ, അതായത് രോഗികൾക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭ്യമാകുന്നതിന് ആരോഗ്യ വകുപ്പ് ലക്ഷ്യമിട്ട ഒരു പദ്ധതിയാണ് കാരുണ്യസ്പർശം സീറോ പ്രോഫിറ്റ് ആൻറ്റി ക്യാൻസർ ഡ്രഗ്സ് എന്ന് പറയുന്നത്. കാരുണ്യസ്പർശം സീറോ പ്രോഫിറ്റ് ആൻറ്റി ക്യാൻസർ ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഈ പദ്ധതി കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ 14 ജില്ലകളിലും 14 കൗണ്ടറുകളാണ് നിലവിൽ വന്നിരിക്കുന്നത്. 14 കൗണ്ടറുകൾ. സോ സീറോ പ്രോഫിറ്റ് ഒന്നും നേടാതെ തന്നെ ഈ കൗണ്ടറുകളിലൂടെ സർക്കാർ ഈ ഒരു ക്യാൻസർ ഡ്രഗ്സുകൾ രോഗികളിലോട്ട് എത്തിക്കുന്നു. ഇതാണ് കാരുണ്യസ്പർശം സീറോ പ്രോഫിറ്റ് ആൻറ്റി ക്യാൻസർ ഡ്രഗ്സ് എന്ന് പറയുന്നത്. കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ. എങ്കിൽ നമുക്ക് നേരെ എന്തായാലും മറ്റൊരു ക്വസ്റ്റിലോട്ട് പോകാം. ചോദ്യം ഇങ്ങനെയാണ്. ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും പരിചരണവും പിന്തുണയും നൽകുന്നതിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്ക്. ഇവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ എക്സ്ട്രാ പറയണം, ഞാനത് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുന്ന ഈ ഒരു 24 മണിക്കൂറും പ്രവർത്തന ഹെൽപ്പ് ഡെസ്ക് ആണ് സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക്. അതായത് ദുരിതമനുഭവിക്കുന്ന സ്ത്രീകൾ, നമ്മുടെ സമൂഹത്തിൽ ദുരിതമനുഭവിക്കുന്ന സ്ത്രീകൾ, കുട്ടികൾ, അവർക്ക് 24 മണിക്കൂറും പരിചരണവും പിന്തുണയും നൽകുന്ന കുടുംബശ്രീയുടെ ഒരു ഹെൽപ്പ് ഡെസ്ക് ആണ് സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ. എങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ചോദ്യം ഇങ്ങനെയാണ്. 2024 ഓഗസ്റ്റിൽ മികച്ച ജൈവ വൈവിധ്യ ക്യാമ്പസിനുള്ള 2024 ഓഗസ്റ്റിൽ മികച്ച ജൈവ വൈവിധ്യ ക്യാമ്പസിനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം ലഭിച്ചിരിക്കുന്നതാണെങ്കിൽ കാന്തല്ലൂർ IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ്. കാന്തല്ലൂരിലെ IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിനാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു 2024 ഓഗസ്റ്റിൽ മികച്ച ജൈവ വൈവിധ്യ ക്യാമ്പസിനുള്ള നമ്മുടെ സർക്കാരിൻ്റെ ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഇത് വളരെയധികം ഇമ്പോർട്ടൻസ് ആണ്. കാരണം ജൈവ വൈവിധ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ക്വസ്റ്റ്യൻസുകൾ പലപ്പോഴും
പല എക്സാംസിനും പല ജനറൽ PSC എക്സാംസിനും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് റെഡ് മാർക്ക് ചെയ്ത് പഠിക്കുക. 2024 ഓഗസ്റ്റിൽ മികച്ച ജൈവ വൈവിധ്യ ക്യാമ്പസിനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം ലഭിച്ചിരിക്കുന്നതാണെങ്കിൽ കാന്തള്ളൂർ IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിനാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. സെറ്റാണല്ലോ. എങ്കിൽ നേരെ മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. മുടിയറകൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാര്? മുടിയറകൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാരെന്ന് വെച്ചാൽ ഫ്രാൻസിസ് നൊറോണയാണ് മുടിയറകൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ഒരു പിക്ചർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേരളത്തിൽ വളരെയധികം ചർച്ച ചെയ്യുക, കോൺട്രഡിക്റ്റലായിട്ട് വളരെ വിവാദമായിട്ട് ചർച്ച ചെയ്ത ഒരു കവർ പേജായിരുന്നു ഈ ഒരു പുസ്തകത്തിൻ്റെ കവർ പേജ്. എഴുതിയിരിക്കുന്നത് ഫ്രാൻസിസ് നൊറോണ. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ ഇടത്തെ കയ്യിൽ കുറച്ച് 500 രൂപ നോട്ടുകളാണല്ലോ. സോ ഇതെല്ലാം ഈ ഒരു മതപരമായിട്ട് ഒരുപാട് ചർച്ച ചെയ്തൊരു കാര്യമാണ്. ഒരു പക്ഷേ നമ്മുടെ PSC ചോദിക്കുക. മുടിയറകൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാരെന്ന് വെച്ചാൽ ഫ്രാൻസിസ് നൊറോണയാണ്. DC ബുക്സാണ് ഈ ഒരു പുസ്തകം വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. അടുത്ത മറ്റൊരു ക്വസ്റ്റ്യൻ. സംസ്ഥാന ക്ഷേത്രകലാ അക്കാദമിയുടെ 2022 ക്ഷേത്രകലാശ്രീ പുരസ്കാരത്തിന് അർഹയായതാണെങ്കിൽ KS ചിത്രയാണ്. നമ്മുടെ KS ചിത്രയാണ് ക്ഷേത്രകലാശ്രീ പുരസ്കാരം 2022 ക്ഷേത്രകലാശ്രീ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. എങ്കിൽ ക്ഷേത്രകലാ ഫെലോഷിപ്പ് നേടിയിരിക്കുന്നതാണെങ്കിൽ ഡോക്ടർ രാജശ്രീ വാര്യറും കൂടാതെ തന്നെ RLV രാമകൃഷ്ണനുമാണ് കേട്ടോ. ഫെലോഷിപ്പ് നേടിയിരിക്കുന്നത് രാജശ്രീ വാര്യറും അതുപോലെ തന്നെ RLV രാമകൃഷ്ണനുമാണ്. അടുത്ത മറ്റൊരു ചോദ്യം. പുരോഗമന കലാസാഹിത്യ സംഘം പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്? പുരോഗമന കലാസാഹിത്യ സംഘം പ്രസിഡൻ്റായിട്ട് അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഷാജി എൻ കരുൺ. കുറച്ച് മുന്നേ കൂടി ഞാൻ ഷാജി എൻ കരുണിൻ്റെ പേര് ഞാൻ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർമാനാരാണ്? ഷാജി എൻ കരുണാണ്. അദ്ദേഹത്തെയാണ് പുരോഗമന കലാസാഹിത്യ സംഘം പ്രസിഡൻ്റായിട്ട് നിലവിൽ അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആകുന്നുണ്ടല്ലോ. ഇനി നേരെ മറ്റൊരു ചോദ്യം. മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും കുടുംബ വിവരങ്ങൾ ഉൾപ്പെടുത്തിയ ഈ ഒരു ഫിഷറീസ് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം സജ്ജമാക്കിയ ആപ്ലിക്കേഷൻ്റെ പേരെന്തെന്ന് വെച്ചാൽ FIMS എന്നാണ് കേട്ടോ. FIMS ആപ്ലിക്കേഷൻ്റെ പേരെന്താ? FIMS എന്നാണ്. മത്സ്യത്തൊഴിലാളികളും മറ്റ് അനുബന്ധ തൊഴിലാളികളുടെയും വിവരങ്ങൾ, അവരുടെ കുടുംബങ്ങളുടെയും വിവരങ്ങൾ ഒരൊറ്റ ഡേറ്റാബേസിൽ സൂക്ഷിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് FIMS എന്ന് പറയാം. FIMS ആപ്ലിക്കേഷൻ. അടുത്ത മറ്റൊരു ചോദ്യം. കേരള തീരദേശ വികസന കോർപ്പറേഷൻ തയ്യാറാക്കുന്ന ഉണക്ക മത്സ്യ ബ്രാൻഡ്. നല്ലൊരു ചോദ്യമാണ്. കാരണം ഈ ബ്രാൻഡ് വളരെയധികം ഫേമസ് ആണ് ഇപ്പോൾ നിലവിൽ വിദേശ രാജ്യങ്ങളിൽ കേട്ടോ. അപ്പോൾ കേരള തീരദേശ വികസന കോർപ്പറേഷൻ തയ്യാറാക്കുന്ന ഉണക്ക മത്സ്യ ബ്രാൻഡിൻ്റെ പേര് ഡ്രിഷ് എന്നാണ്. മലയാളത്തിൽ പല ഔദ്യോഗിക രേഖകളിലും ഡ്രഷ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എഴുതിയിരിക്കുന്ന ആ ഒരു ബ്രാൻഡിൽ, ആ ഒരു ഉൽപ്പന്നത്തിൽ ഡ്രിഷ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ഡ്രിഷ് എന്നും മലയാളത്തിൽ ഔദ്യോഗിക രേഖകളിൽ ഡ്രഷ് എന്നാണ് ഞാൻ കണ്ടിരിക്കുന്നത്. സോ രണ്ട് രീതിയിലും ചോദിച്ചാൽ ഒന്ന് നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. നമ്മുടെ വിദേശ മലയാളികൾക്കെല്ലാം വളരെയധികം പ്രിയമാണ് ഇതിൻ്റെ ഈ ഒരു നെത്തോലിയുടെ ഉണക്കമീൻ എന്ന് പറയുന്നത്. നിങ്ങൾ ന്യൂസുകളെല്ലാം വായിച്ച ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലായി കാണും. എങ്കിൽ നമുക്ക് എന്തായാലും മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ചോദ്യം ഇങ്ങനെയാണ്. ഉന്നത പഠന മേഖലയും തൊഴിലും തിരഞ്ഞെടുക്കുവാൻ കുട്ടികൾക്കായുള്ള സമഗ്ര ശിക്ഷാ കേരളം നടപ്പിലാക്കുന്ന പദ്ധതിയായിരുന്നു സ്റ്റാർ ലീപ്പ് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പദ്ധതിയാണ്. നടപ്പിലാക്കിയ സമഗ്ര ശിക്ഷാ കേരളമാണ് നടപ്പിലാക്കിയത്. എന്തിനു വേണ്ടിയാണ്? ഉന്നത പഠന മേഖലയും അതുപോലെ തന്നെ തൊഴിലും തിരഞ്ഞെടുക്കുന്നതിന്, കുട്ടികളിൽ തന്നെ ആ ഒരു മനോഭാവം ഉണ്ടാക്കുന്നതിന് എന്തിലോട്ടാണ് അവർ പോകേണ്ടത്, അവരുടെ സ്കൂൾ പഠനം കഴിഞ്ഞാൽ അവർ ഏതാണ് ഹയർ എഡ്യൂക്കേഷൻ തിരഞ്ഞെടുക്കേണ്ടത്, ഏത് തൊഴിലോട്ടാണ് അവർക്ക് പോകേണ്ടത് എന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ എത്തിക്കുന്നതിന് വേണ്ടി സമഗ്ര ശിക്ഷാ കേരളം നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് സ്റ്റാർ ലീപ്പ്. നല്ലൊരു പദ്ധതിയാണ്. കാരണം കുട്ടികളെ ആ ഒരു സ്കൂൾ കാലഘട്ടങ്ങളിൽ തന്നെ അവരുടെ ആ ഒരു ഫ്യൂച്ചർ എന്തായിരിക്കണമെന്ന് നിശ്ചയിക്കുന്ന ഒരു പദ്ധതിയാണ് സ്റ്റാർ ലീപ്പ്. അടുത്ത മറ്റൊരു ചോദ്യം. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ KFCയുടെ സ്റ്റാർട്ടപ്പ് കോൺക്ലേവിന് വേദിയായത് എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? തിരുവനന്തപുരത്താണ്. നമ്മുടെ തിരുവനന്തപുരത്താണ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ KFCയുടെ സ്റ്റാർട്ടപ്പ് കോൺക്ലേവിന് നിലവിൽ വേദിയായിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നേരെ മറ്റൊരു ചോദ്യം ഇങ്ങനെയാണ്. ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രിയാര്? മുന്നത്തെ പ്രധാനമന്ത്രി നമുക്കെല്ലാവർക്കും അറിയാം, ഗബ്രിയേൽ അത്താൽ. ഫ്രാൻസിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്വർഗാനുരാഗിയായിരുന്ന ഒരു പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ഗബ്രിയേൽ അത്താൽ. എന്നാൽ ഫ്രാൻസിൻ്റെ അദ്ദേഹത്തിൻ്റെ ഗബ്രിയേൽ അത്താലിൻ്റെ പിൻഗാമിയായിട്ട് വന്നിരിക്കുന്നത് മിഷേൽ ബാർണിയാണ്. മിഷേൽ ബാർണിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആധുനിക ഫ്രാൻസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായമേറിയ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാലും ബാർണിയാണ്. മിഷേൽ ബാർണി തന്നെയാണ്. എങ്കിൽ പറയാൻ ശ്രമിച്ചത് ഫ്രാൻസിൻ്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? ഇമ്മാനുവൽ മാക്രോൺ അല്ലേ? ഇമ്മാനുവൽ മാക്രോണ് ഫ്രാൻസിൻ്റെ നിലവിലെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. സോ അദ്ദേഹം കഴിഞ്ഞ ജനുവരി 26 2024 ജനുവരി 26 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയുടെ മുഖ്യ അതിഥിയായിരുന്നു. അടുത്ത മറ്റൊരു ചോദ്യം.
നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിനിടയിലുള്ള ടൈറ്റാനിക് കപ്പൽ അവശിഷ്ടങ്ങളിൽ നിന്ന് വീണ്ടെടുത്ത ഗ്രീക്ക് ദേവതയുടെ പൗരാണിക വെങ്കല ശില്പത്തിൻ്റെ പേര് ഡയാന എന്നാണ് കേട്ടോ. ഡയാന. നമുക്കറിയാം ഈ ഒരു കപ്പൽ ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പൽ മുങ്ങിയത് 1912 ഏപ്രിൽ 15 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഒന്ന് നോട്ട് ചെയ്യുക. എന്നാണ് ടൈറ്റാനിക് ദുരന്തം ഉണ്ടായിരിക്കുന്നത്? 1912 ഏപ്രിൽ 15. സോ അന്ന് ഈ ഒരു പുരാതന ഈ ഒരു പൗരാണിക വെങ്കലം അന്ന് സഞ്ചരിച്ച് അതിലുണ്ടായിരുന്നു. ആ ഒരു വെങ്കലം ടൈറ്റാനിക് മുങ്ങിയപ്പോൾ അതിനിടയിൽ മുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു പൗരാണിക ഈ ഒരു ശില്പത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഇവിടെ നോക്കിക്കേ, RMS ടൈറ്റാനിക് എന്ന US കമ്പനി അടുത്തിടെ നടത്തിയ പരിവേഷണത്തിലാണ് ഈ ഒരു ഡയാന എന്ന ഈ ഒരു പൗരാണിക വെങ്കല പ്രതിമയെ വീണ്ടെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഗ്രീക്ക് ദേവതയുടെ പേരെന്തെന്ന് ചോദിച്ചാൽ ഡയാന എന്നാണ്. ഡയാന. അടുത്ത മറ്റൊരു ചോദ്യമാണ്, ബഹിരാകാശത്തിൻ്റെ അതിരായ കാർമൻ രേഖ എന്നാണ് കേട്ടോ. കാർമൻ രേഖ കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന നേട്ടം സ്വന്തമാക്കിയതാണെങ്കിൽ 21 വയസ്സുകാരി കാർസൺ കിച്ചൻ ആണ്. കാർമൻ രേഖ കേട്ടോ. കാർമൻ രേഖ കടന്ന ആ ഒരു 21 വയസ്സുകാരി കാർസൺ, ആദ്യം തന്നെ ഉണ്ടല്ലേ കാറ് രണ്ടിലും കാറുണ്ട്, കാർസൺ കിച്ചൻ ആണ്. സോ അടുത്തതായി മറ്റൊരു ചോദ്യം. ഇനി നമ്മൾ നേരെ സ്പോർട്സിലോട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു 7-8 സ്ലൈഡ്, ഇനി വരുന്ന 7-8 സ്ലൈഡുകളിൽ എല്ലാം പാരാലിമ്പിക്സുമായി ബന്ധപ്പെട്ട പാരീസിൽ 2024 നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഒളിമ്പിക്സിനെ കുറിച്ചായിരിക്കും ചർച്ച ചെയ്യുന്നത്. സോ എല്ലാവരും ഞാൻ പറയുന്ന കാര്യങ്ങളായിരിക്കണം ഒന്ന് കുറച്ചും കൂടെ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത്. ഇവിടെ സ്വർണം കിട്ടിയവരും അതുപോലെ വെള്ളി കിട്ടിയവരും അതുപോലെ വെങ്കലം കിട്ടിയവരുടെയും പേരുകൾ ഞാൻ ഡിസ്കസ് ചെയ്യും. സ്വർണ്ണ മെഡൽ നേടിയ അല്ലെങ്കിൽ മെഡൽ നേടിയിട്ടുള്ള ഏതൊരു വ്യക്തിയുടെ ഇവൻറ്റുകൾ ഒന്ന് പഠിക്കാം. കാരണം ചോദ്യം വരുന്നത് ഇങ്ങനെ, താഴെ തന്നിരിക്കുന്നവയിൽ അല്ലെങ്കിൽ ഈ ഒരു നിതേഷ് കുമാറിൻ്റെ കായിക ഇനം ഏത്, അല്ലെങ്കിൽ സ്വർണ്ണ മെഡൽ നേടിയതാര്, ഇങ്ങനെയൊക്കെ എടുത്തെടുത്ത് ചോദിക്കാറുണ്ട് പല എക്സാംസിനും. സോ ഇനി പറയുന്ന ഒരു 9 സ്ലൈഡും അത്യാവശ്യം ടഫാണ്. കാര്യം സ്പോർട്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഡൈജസ്റ്റ് ആവാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ തന്നെ മാക്സിമം ശ്രദ്ധിച്ചിരിക്കാൻ ശ്രമിക്കുക. പാരാലിമ്പിക്സ് ബാഡ്മിൻ്റണിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം ആരെന്ന് വെച്ചാൽ നിതേഷ് കുമാറാണ്. നിതേഷിൻ്റെ ഇവൻ്റ് ഏതാണ്? ബാഡ്മിൻ്റനാണ്. ഇദ്ദേഹത്തിൻ്റെ സ്വർണം നേടിയവരുടെ സ്വദേശമൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. രാജസ്ഥാൻ സ്വദേശിയാണ് നിതേഷ് കുമാർ. സോ പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് 2ാമത്തെ സ്വർണം, പാരീസിൽ നടന്ന ഈ ഒരു പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ 2ാമത്തെ സ്വർണം നേടിത്തന്നത് നിതേഷ് കുമാറാണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അടുത്തതായിട്ട് ജാവലിനിൽ റെക്കോർഡോടുകൂടെ സ്വർണം നേടിയിരിക്കുന്ന സുമിത് ആൻറ്റിലാണ്, ഹരിയാന സ്വദേശി. ടോക്കിയോയിൽ അദ്ദേഹത്തിൻ്റെ തന്നെ റെക്കോർഡിനെ മറികടന്നുകൊണ്ടാണ് ജാവലിൻ ത്രോയിൽ ഈ ഒരു പാരീസിൽ സുമിത് ആൻറ്റിൽ എന്ത് ചെയ്തിരിക്കുന്ന വീണ്ടും സ്വർണം നേടിയിരിക്കുന്നത്. സോ അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് 70.59 മീറ്ററാണ്. അദ്ദേഹം ഈ ഒരു ഇപ്പോൾ നടന്നിരിക്കുന്ന പാരീസ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോ ചെയ്തിരിക്കുന്നത് 70.59 മീറ്ററാണ് ഈ ഒരു സുമിത് ആൻറ്റിൽ ജാവലിൻ ത്രോ ചെയ്തത്. കൂടാതെ 2024 പാരാലിമ്പിക്സിൽ വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ഷൂട്ടിങ്ങിൽ സ്വർണ്ണ മെഡൽ നേടിയതാണെങ്കിൽ അവനി ലേക്രയാണ് കേട്ടോ. അവനി ലേക്ര ഇവൻറ്റ് ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഏതാണ്? 10 മീറ്റർ എയർ റൈഫിളാണ് സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ട്. സോ നിതീഷ് കുമാർ സ്വർണ്ണ മെഡൽ നേടി ബാഡ്മിൻ്റൺ താരമാണ്. രാജസ്ഥാൻ സ്വദേശിയാണ് നിതീഷ് കുമാർ. കൂടാതെ നിതേഷ് കുമാർ എന്നാണ് കേട്ടോ. കൂടാതെ ജാവലിൻ ത്രോയാണ് സുമിത് ആൻറ്റിൽ, അദ്ദേഹം തന്നെയാണ് ജാവലിൽ സ്വർണ്ണ മെഡൽ നേടിയിരിക്കുന്നത്. 70.59 മീറ്ററാണ് ത്രോ ചെയ്തത്. കൂടാതെ ഷൂട്ടിങ്ങിൽ സ്വർണ്ണ മെഡൽ നേടിയതാണെങ്കിൽ 10 മീറ്റർ എയർ റൈഫിളിൽ ഷൂട്ടിങ്ങിൽ സ്വർണ്ണ മെഡൽ നേടിയതാണെങ്കിൽ അവനി ലേക്ര. ഇത്രയും കാര്യങ്ങൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അടുത്തതായിട്ട് മറ്റൊരു സ്വർണ്ണ മെഡലാണ് 2024 പാരാലിമ്പിക്സ് സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ അമ്പെയ്ത്ത് താരം, ആർച്ചറിയാണ് കേട്ടോ, ആർച്ചറി താരമാണ് ഹർവിന്ദർ സിംഗ്. അതായത് ഒരു പാരാലിമ്പിക്സ് ആർച്ചറിയിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം കൂടിയാണ് ആര്? ഹർവിന്ദർ സിംഗ് കേട്ടോ. ഇങ്ങനെ ഈ ഒരു പാരാലിമ്പിക്സിൽ തന്നെ ഈ ഒരു ആർച്ചറിയിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം ഹർവിന്ദർ സിംഗ് എന്നും പറയാറുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ ഹർവിന്ദർ സിംഗിൻ്റെ ഇവൻ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്പെയ്ത്താണ് എന്ന് ഓർത്തിരിക്കുക. അമ്പെയ്ത്ത് ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നേരെ അടുത്തതായിട്ട് അത്ലറ്റിക്സിൽ ഒരു പാരാലിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. അത്ലറ്റിക്സിൽ ഒരു പാരാലിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാകുമ്പോൾ പ്രീതി പാൽ ഇവിടെ നോക്കി വനിതകളുടെ 200 മീറ്റർ T35 വിഭാഗത്തിലാണ് വെങ്കല മെഡൽ കരസ്ഥമാക്കിയത്. എങ്കിൽ ഇവിടെ നോക്കിക്കുക മറ്റൊരു ചോദ്യം, ഇതുപോലെയുള്ള മറ്റൊരു ചോദ്യമാണ്. ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം. ഇത് പാരാലിമ്പിക്സ് ആണ്, ഇത് സമ്മർ ഒളിമ്പിക്സ് ആണ്.
മുന്നേ നമ്മൾ സമ്മർ ഒളിമ്പിക്സുകളെല്ലാം കണ്ടതാണ്. സോ അറിഞ്ഞിരിക്കുക, സമ്മർ ഒളിമ്പിക്സിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണെങ്കിൽ മനു ഭാക്കർ. ഒരു ഒളിമ്പിക്സിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാകുമ്പോൾ മനു ഭാക്കറാണ്. മനു ഭാക്കർ. അടുത്ത മറ്റൊരു ചോദ്യം കേട്ടോ, ഇവിടെ നോക്കിക്കേ. വ്യക്തിയുടെ പേര് തുളസിമതി മുരുകേശൻ എന്നാണ്. വെള്ളി മെഡലാണ് കരസ്ഥമാക്കിയത്. ചോദ്യം പറയാം. 2024 പാരീസ് പാരാലിമ്പിക്സിൽ വനിതകളുടെ ബാഡ്മിൻ്റൺ SU5 വിഭാഗത്തിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ ഇന്ത്യൻ താരമാണ് തുളസിമതി മുരുകേശൻ എന്ന് പറയും. തുളസിമതി മുരുകേശൻ്റെ ഇവൻ്റ് ഏതാണ്? ബാഡ്മിൻ്റൺ. അത് ആദ്യം ഇങ്ങനെ പഠിക്കണം. അപ്പോൾ തുളസിമതി മുരുകേശൻ്റെ ഇവൻ്റ് ഏതാണ്? ബാഡ്മിൻ്റൺ ആണ്. ഇവിടെ പാരാലിമ്പിക്സിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കി. ഇതേ വിഭാഗത്തിൽ തന്നെ, അതായത് SU5 ബാഡ്മിൻ്റൺ വിഭാഗത്തിൽ ഇതേ വിഭാഗത്തിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കിയാണെങ്കിൽ മനീഷ രാമദാസ്. മനീഷ രാമദാസും തുളസിമതി മുരുകേശനും ഇവൻ്റ് ചെയ്ത് തന്നെയാണ്, ബാഡ്മിൻ്റൺ തന്നെയാണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇവിടെ തുളസിമതി മുരുകേശൻ വെള്ളി മെഡലും അതുപോലെ മനീഷ രാമദാസ് വെങ്കല മെഡലുമാണ് ബാഡ്മിൻ്റണിൽ കരസ്ഥമാക്കിയത്. സോ അതും കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായി മറ്റൊരു ചോദ്യം ഇവിടെ നോക്കിക്കേ. താരത്തിൻ്റെ പേര് യോഗേഷ് കാത്തുനിയ എന്നാണ്. കാത്തുനിയ എന്നാണ് പറയുന്നത്. കാത്തുനിയ. അദ്ദേഹത്തിന് ഇവൻ്റ് ആവുമ്പോൾ ഡിസ്കസ് ത്രോയാണ്. ഈ പാരാലിമ്പിക്സിൽ അദ്ദേഹം സ്വന്തമാക്കിയതാണെങ്കിൽ വെള്ളിയാണ്. ഡിസ്കസ് ത്രോ F56 വിഭാഗത്തിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയത് യോഗേഷ് കാത്തുനിയ എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇവൻ്റ് ഏതാണ്? ഡിസ്കസ് ത്രോയാണ്. യോഗേഷ് കാത്തുനിയ ആകുമ്പോൾ എന്താണ്? ഡിസ്കസ് ത്രോയാണ്. കാത്തുനിയ, കാക്കയെന്ന് ഓർത്ത്, കാക്കയെ നമ്മൾ എന്താണ് ഡിസ്ക് എടുത്ത് എറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? എറിഞ്ഞ് ഒട്ടിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ യോഗേഷ് കാത്തുനിയ ഡിസ്കസ് ത്രോയാണ് 56 വിഭാഗത്തിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കി. അടുത്തതായിട്ട് 2024 പാരീസ് പാരാലിമ്പിക്സിൽ പുരുഷന്മാരുടെ ഹൈ ജമ്പ് T47 വിഭാഗത്തിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ താരമാകുമ്പോൾ നിഷാദ് കുമാറാണ്. നിഷാദ് കുമാർ. ഇവൻ്റ് ഏതാണ്? ഇവൻ്റ് ആദ്യം പഠിക്കാം, അതാണ് കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത്. നിഷാദ് കുമാർ ഹൈ ജമ്പാണ് കേട്ടോ. നിഷാദ് കുമാറിൻ്റെ ഇവൻ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈ ജമ്പാണ്. അദ്ദേഹം വെള്ളി മെഡൽ കരസ്ഥമാക്കി. ഓക്കെ ആണല്ലോ. ഇവൻറ്റുകളാണ് നിങ്ങളൊന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത്. അടുത്തതായിട്ട് ഈ സ്വർണ്ണ മെഡൽ നേടിയവരുടെ ഡീറ്റെയിൽ ആക്കി പഠിക്കാൻ ശ്രമിക്കും. വെള്ളിയും വെങ്കലം കിട്ടിയവരുടെയും ഈ ഒരു മെഡൽ പഠിക്കണം, മെഡലും പഠിക്കണം, അതുപോലെ അവരുടെ ഇവൻറ്റും നിങ്ങൾ പഠിക്കണം. അതിൽ കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത് ഇവൻറ്റുകളാണ്. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ F56 വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയതാണെങ്കിൽ അജിത് സിംഗ് ആണ്. ഇവിടെ നോക്കിയാൽ പാരാലിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ, കുറച്ച് മുന്നേ ജാവലിൻ ത്രോ പറഞ്ഞത് സുമിത് ആൻറ്റിൽ അല്ലേ, റെക്കോർഡോട് കൂടിയാണ് എന്ത് ചെയ്തിരിക്കുന്നത് അവിടെ സ്വർണ്ണ മെഡൽ നേടിയത്. ഇവിടെ ജാവലിൻ ത്രോ F46 വിഭാഗത്തിലാണെങ്കിൽ വെള്ളി മെഡൽ നേടിയിരിക്കുന്നത് അജിത് സിംഗ് ആണ് കേട്ടോ. ഇവിടെ അജിത് സിംഗിൻ്റെ ഇവൻ്റ് ചെയ്യുന്നത് ജാവലിൻ ത്രോയാണ്. വെള്ളി മെഡലാണ് നിലവിൽ കരസ്ഥമാക്കിയത്. ഇനി അടുത്തതായിട്ട് ഇതേ വിഭാഗത്തിൽ തന്നെ, ഈ ഒരു F46 വിഭാഗത്തിൽ തന്നെ സുന്ദർ സിംഗ് ഗുർജാർ ഇന്ത്യക്ക് വേണ്ടി വെങ്കല മെഡൽ കരസ്ഥമാക്കി. സുന്ദർ സിംഗ് ഗുർജാർ വെങ്കല മെഡലാണ് കരസ്ഥമാക്കിയത്. അടുത്ത മറ്റൊരു ചോദ്യത്തിലോട്ട് പോകാം. ചോദ്യം ഇങ്ങനെയാണ്. 2024 പാരീസിലെ പാരാലിമ്പിക്സിൽ ബാഡ്മിൻ്റൺ SL4 വിഭാഗത്തിൽ വെള്ളി മെഡൽ സ്വന്തമാക്കി ഇന്ത്യൻ താരമാകുമ്പോൾ സുഹാസ് യതിരാജ് ആണ്. സുഹാസ് യതിരാജ്. അപ്പോൾ സുഹാസ് യതിരാജ് ബാഡ്മിൻ്റൺ ആണ് എന്നുള്ള കാര്യം അവിടെ ഓർത്തിരിക്കുക. അടുത്തതായിട്ട് 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഹൈ ജമ്പ് T63 വിഭാഗത്തിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ ഇന്ത്യൻ താരം ശരത് കുമാറാണ്. ശരത് കുമാർ. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഹൈ ജമ്പ്, ഇവിടെ നോക്കിയാൽ ഹൈ ജമ്പാണ് ശരത് കുമാറിൻ്റെ ഇവൻറ്റ്. ശരത് കുമാറിൻ്റെ ഇവൻ്റ് ഏതാണ്? ഹൈ ജമ്പാണ്. അദ്ദേഹം വെള്ളി മെഡലാണ് കരസ്ഥമാക്കിയത്. അടുത്തതായി ഇതേ വിഭാഗത്തിൽ തന്നെ മാരിയപ്പൻ തങ്കവേലു ചോദിച്ചിട്ടുണ്ടല്ലേ, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. മാരിയപ്പൻ തങ്കവേലുവിൻ്റെ ഇവൻ്റ് ഏത്? അദ്ദേഹം ഹൈ ജമ്പറാണ്. സോ ഈ ഒരു പാരാലിമ്പിക്സിൽ 2024 പാരാലിമ്പിക്സിൽ മാരിയപ്പൻ തങ്കവേലു ഹൈ ജമ്പ് T63 വിഭാഗത്തിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കി. വെള്ളി മെഡൽ കരസ്ഥമാക്കിയതാണെങ്കിൽ ശരത് കുമാറും വെങ്കലം കരസ്ഥമാക്കിയതാണെങ്കിൽ മാരിയപ്പൻ തങ്കവേലുവാണ്. അടുത്ത മറ്റൊരു ചോദ്യം. 2024 പാരാലിമ്പിക്സിൽ വനിതകളുടെ 400 മീറ്റർ T20 വിഭാഗത്തിൽ ഇന്ത്യക്കായി വെങ്കല മെഡൽ സ്വന്തമാക്കി ദീപ്തി ജീവൻജി ആണ്. ദീപ്തി ജീവൻജി. ഇനി അടുത്ത ഒരു മിക്സഡ് ടീം ഇവൻ്റാണ്. അതായത് അമ്പെയ്ത്തിൽ ഈ ഒരു മിക്സഡ് ടീം ഇവൻറ്റിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കി ഇന്ത്യൻ സഖ്യം ശീതൽ ദേവിയും രാകേഷ് കുമാറും. ശീതൽ ദേവിയും രാകേഷ് കുമാർ അമ്പെയ്ത്തിൽ മിക്സഡ് ഇവൻറ്റിലാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്. ഈ രണ്ടുപേരും വെങ്കല മെഡൽ ഇന്ത്യക്ക് വേണ്ടി കരസ്ഥമാക്കിയത്. ഇതിൽ ശീതൽ ദേവി ഈ ഒരു ഇവൻറ്റിൽ വെങ്കലം നേടുന്നതിന് തലേ ദിവസം മറ്റൊരു വ്യക്തിഗത ഇനം ഉണ്ടായിരുന്നു.
അവിടെ മെഡലൊന്നും നേടിയിട്ടില്ലെങ്കിലും മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം നടന്നിട്ടുണ്ടായിരുന്നു. അതായത് 2024 പാരീസ് പാരാലിമ്പിക്സ് കായിക പ്രേമികളെ ബുൾ ഐ ഷോട്ടിലൂടെ അമ്പരിപ്പിച്ച ആ ഒരു അമ്പെയ്ത്ത് താരമായിരുന്നു ശീതൾ ദേവി. മിക്സഡ് ഇവൻറ്റിൽ അവർക്ക് വെങ്കലം നേടുന്നതിന് തലേ ദിവസമാണ് ഇങ്ങനൊരു ഇവൻറ്റ് നടന്നത്. വ്യക്തിഗത ഇനത്തിൽ മെഡലുകളൊന്നും നേടിയിട്ടില്ലെങ്കിൽ അവരൊരു വലിയൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. അതായിരുന്നു ഈ ഒരു ബുൾസ് ഐ ഷോട്ട് എന്ന് പറയുന്നത്. അമ്പെയ്ത്ത് ഷൂട്ടിങ്ങിലൊക്കെ ഉള്ള ഒരു ടേമാണ് ബുൾസ് ഐ ഷോട്ട് എന്ന് പറയുന്നത്. ബുൾസ് ഐ ഷോട്ട് അതായത് കൃത്യം നടുക്ക് പോയിന്റിൽ ടാർഗറ്റ് ചെയ്യുന്ന ഷൂട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഈ ഒരു ബുൾസ് ഐ ഷോട്ട് എന്ന് പറയുന്നത്. അങ്ങനെ കായിക പ്രേമികളെല്ലാം അമ്പരപ്പിച്ചൊരു കാഴ്ച ഇവരുടെ ഈ ഒരു മിക്സഡ് ഇവൻറ്റിന് ആ ഒരു വെങ്കല മെഡൽ നേടുന്നതിന് തലേ ദിവസം ശീതൾ ദേവി വ്യക്തിഗത ഇനത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. സോ ഒരു പക്ഷേ ചോദിക്കാം, ശീതൾ ദേവിയുടെ ഇവൻറ്റ് ഏതാണ് ഇവൻറ്റ്? അത് ഷൂട്ടിംഗ് ആണ് അല്ലേ? ഷൂട്ടിംഗ് എന്ന് പറയുന്നത് അമ്പെയ്ത്ത് എന്നാണ്. ഷൂട്ടിംഗ് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചത് അമ്പെയ്ത്ത് എന്നാണ് കേട്ടോ. അമ്പെയ്ത്താണ് ഇവൻറ്റ്. പിസ്റ്റൽ കൊണ്ടുള്ള ഷൂട്ടിംഗ് ആണ്. ഇത് അമ്പെയ്ത്താണ് അവരുടെ ഇവൻറ്റ്. അതുമല്ലെങ്കിൽ ഒരു പക്ഷേ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം, ബുൾസ് ഐ ഷോട്ട് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒരുപക്ഷെ അമ്പെയ്ത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ അമ്പെയ്ത്തിലോട്ട് ആൻസർ ചെയ്യുക. ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ ഷൂട്ടിങ്ങിലും ബുൾസ് ഐ ഷോട്ട് എന്ന് പറയുന്ന ഒരു ടേം വരാറുണ്ട് കേട്ടോ. എങ്കിൽ നേരെ നമുക്ക് മറ്റൊരു ക്വസ്റ്റിലോട്ട് പോകാം. അവിടെ പുരുഷന്മാരുടെ ക്ലബ് ത്രോ F51 ആ ഒരു ഇവൻറ്റിൽ സ്വർണ്ണ മെഡൽ നേടിയതാണെങ്കിൽ ധരംബീർ ആണ് കേട്ടോ. സ്വർണ്ണ മെഡൽ. അതുകൊണ്ട് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. പുരുഷന്മാരുടെ ക്ലബ് ത്രോയിലാണെങ്കിൽ സ്വർണ്ണ മെഡൽ നേടിയിരിക്കുന്നത് ധരംബീർ ആണ്. പ്രണവ് സൂർമയ്ക്ക് അതേ ഇവൻറ്റിൽ വെള്ളി മെഡൽ നേടി. ഓക്കെ ആണല്ലോ. സ്വർണ്ണ മെഡൽ നേടിയിരിക്കുന്നത് ധരംബീറും കൂടാതെ വെള്ളി മെഡൽ കരസ്ഥമാക്കിയതാണെങ്കിൽ പ്രണവ് സൂർമയുമാണ്. ജൂഡോ എന്ന് പറയുന്ന ഇവൻറ്റിൽ വെങ്കലം കരസ്ഥമാക്കിയ ഇന്ത്യൻ പാരാ താരമായിരുന്നു കപിൽ പാർമാനാണ് ജൂഡോയിൽ വെങ്കല മെഡൽ നേടിയിരിക്കുന്നത്. സോ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇവരുടെ ഇവൻറ്റുകൾ മാത്രം, സ്വർണ്ണ മെഡൽ നേടിയത് മാത്രം ഒന്ന് പറയാം, ബാക്കിയുള്ള മെഡലുകളുടെ കാര്യം ഞാൻ പറയുന്നില്ല. അവരുടെ ഇവൻറ്റുകൾ മാത്രം ഒന്ന് പറഞ്ഞു പഠിക്കാം. ഹർമിന്ദർ സിംഗ് ആവുമ്പോൾ സ്വർണ്ണ മെഡൽ ഏത് ഇവൻറ്റിലാണ് നേടി? അമ്പെയ്ത്തിൽ നേടി. അതേ ഇവൻറ്റിൽ തന്നെ അതല്ല വേറൊരു പോയിന്റ് ആയിരുന്നു, പാരീസ് ഒളിമ്പിക്സിൽ ആർച്ചറിയിൽ സ്വർണ്ണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം കൂടിയാണ് ഹർവിന്ദർ സിംഗ് എന്ന് പറയുന്നത്. പ്രീതി പാൽ ഏതാണ് ഇവൻറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഈ ഒരു പ്രീതി പാലാവുമ്പോൾ ഇവിടെ നോക്കിക്കേ, വനിതകളുടെ 200 മീറ്റർ T35 വിഭാഗത്തിലാണ് വെങ്കല മെഡൽ നേടിയത്. തുളസിമതി മുരുകേശനാവുമ്പോൾ ബാഡ്മിൻ്റനാണ് താരം. മനീഷ രാംദാസും ബാഡ്മിൻ്റനാണ് താരം. യോഗേഷ് കാത്തുനിക ഡിസ്കസ് ത്രോയാണ്. കൂടാതെ നിഷാദ് കുമാർ ഏതെന്ന് ചോദിച്ചാൽ ഹൈജമ്പാണ് നിഷാദ് കുമാർ. അജിത് സിംഗ് ആവുമ്പോൾ ഏതാണ്? ജാവലിൻ ത്രോയാണ്. കൂടാതെ തന്നെ സുന്ദർ സിംഗ് ഗുർജാറും ഈ ഒരു ജാവലിൻ ത്രോയാണ്. ബാഡ്മിൻ്റൺ താരമാണ് സുഹാസ് യതിരാജ്. അതിനുശേഷം ഹൈജമ്പ് ഇവൻ്റാണ് ശരത് കുമാർ. അതേ ഇവൻറ്റിൽ പെടുന്ന മറ്റൊരു വ്യക്തിയാണ് മാരിയപ്പൻ തങ്കവേലു. ഈ ഒരു 400 മീറ്റർ ഈ ഒരു T20 വിഭാഗം ഓട്ടമാണ് കേട്ടോ. അതിൽ ഉൾപ്പെടുന്ന ഒരു വ്യക്തിയാണ് ദീപ്തി ജീവൻജി എന്ന് പറയും. ദീപ്തി ജീവൻജി. അമ്പെയ്ത്താണ് രാകേഷ് കുമാറും ശീതൾ ദേവിയും. അതിനുശേഷം ധരംപീർ ആവുമ്പോൾ ക്ലബ് ത്രോയാണ്. ജൂഡയാവുമ്പോൾ കപിൽ പാർമാനാണ്. ഇങ്ങനെ അവരുടെ ഇവൻറ്റുകൾ മാത്രം ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മുടെ എക്സാമിന് വരാൻ സാധ്യത കാണുന്നുണ്ട്. T20 ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരമായിരുന്നു നിക്കോളാസ് പൂരനാണ് ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയിരിക്കുന്ന താരം. സോ ഇതൊരു കരീബിയൻ പ്രീമിയർ ലീഗിലാണ് അദ്ദേഹം ഈ ഒരു നേട്ടം കരസ്ഥമാക്കിയത്. എങ്കിൽ ആരുടെ റെക്കോർഡിനെ മറികടന്നുകൊണ്ടാണ് നിലവിൽ നിക്കോളാസ് പൂരൻ ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടിയിരിക്കുന്ന ക്രിസ് ഗെയിലിൻ്റെ റെക്കോർഡിനെ മറികടന്നു? സോ 2015 135 സിക്സറുകളാണ് ക്രിസ് ഗെയിൽ നേടിയത്. എന്നാൽ നിക്കോളാസ് പൂരൻ 2024 139 സിക്സുകൾ നേടിയിട്ടുണ്ട്. അത് കരീബിയൻ പ്രീമിയർ ലീഗിലാണ് നേടിയത്. അടുത്തതായിട്ട് പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന് വേദിയാവുന്നതാണെങ്കിൽ തിരുവനന്തപുരം. പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന് വേദിയാവുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അതിൻ്റെ ബ്രാൻഡ് അംബാസഡർ മോഹൻലാലാണ്. എങ്കിൽ ഈ ഒരു കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ആദ്യ മത്സരത്തിൽ വിജയിച്ചതാണെങ്കിൽ ആലപ്പി റിപ്പിൾസ് ആണ്. തൃശ്ശൂർ ടൈറ്റൻസിനെ പരാജയപ്പെടുത്തിയാണ് ആലപ്പി റിപ്പിൾസ് കിരീടം നേടിയത്. തിരുവനന്തപുരത്ത് വെച്ചാണ് നടക്കുന്നത്. എൻട്രിയൊക്കെ തികച്ചും ഫ്രീ ആണ്. നിങ്ങൾ ട്രിവാൻഡ്രം ജില്ലക്കാരാണെങ്കിൽ ഒന്ന് പോയി കാണാനൊക്കെ ശ്രമിക്കുക. വൈകുന്നേരമാണ് കളിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും മറ്റൊരു ക്വസ്റ്റിലോട്ട് പോകാം. 2024 സാഫ് അണ്ടർ 20 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടി. സാഫ് അണ്ടർ 20 സാഫ് എപ്പോഴും നമ്മുടെ എക്സാംസിൽ ചോദിക്കാറില്ലേ? സോ അറിഞ്ഞിരിക്കുക, സാഫ് അണ്ടർ 20 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയിരിക്കുന്നതാണ് ബംഗ്ലാദേശാണ്. നേപ്പാളിനെ 4-1 എന്ന പോയിന്റിൽ പരാജയപ്പെടുത്തിയാണ് കിരീടം നേടിയിരിക്കുന്നത്.
സോ അടുത്ത ചോദ്യം, 2024 ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ ജേതാക്കൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വടക്ക് കിഴക്കൻ മേഖലയിൽ നിന്ന് ഡ്യൂറന്റ് കപ്പ് നേടുന്ന ആദ്യ ടീം കൂടിയാണ് നോർത്ത് ഈസ്റ്റ്. ഫൈനൽ മോഹൻ ബാഗനെ പരാജയപ്പെടുത്തിയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈ ഒരു ഡ്യൂറന്റ് കപ്പ് 2024 കരസ്ഥമാക്കിയത്. അടുത്തതായി, ദീർഘദൂര കുതിരയോട്ടത്തിലെ ലോക ചാമ്പ്യൻഷിപ്പായ FEI എൻഡുറൻസ് ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്ന ആദ്യ ഭാരതീയ വനിതയാരും. ദീർഘദൂര കുതിരയോട്ടത്തിലെ ലോക ചാമ്പ്യൻഷിപ്പായ ഇവിടെ നോക്കി FEI എൻഡുറൻസ് ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്ന ആദ്യ ഭാരതീയ വനിതയായിരുന്നു നിത അഞ്ചും ചേലാട്ട്. തിരൂർ സ്വദേശിയായ നിത അഞ്ചും ചേലാട്ടാണ് ഈ ഒരു ഇവൻറ്റിൽ പങ്കെടുക്കുന്നത്. കുതിരയോട്ടം ഓർത്തിരിക്കുക, നിത അഞ്ചും ചേലാട്ടിൻ്റെ ഇവൻറ്റ് ഏതും കുതിരയോട്ടമാണ്. അടുത്ത സാക്ഷി മാലിക്കിൻ്റെ ഒരു പുസ്തകം അടുത്തിടെ ഇറങ്ങിയിട്ടുണ്ടല്ലേ, ആത്മകഥ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേര് വിറ്റ്നസ് എന്നാണ് കേട്ടോ. വിറ്റ്നസ് എന്നാണ് ഈ ഒരു ആത്മകഥ. ചോദിക്കാൻ സാധ്യത നമ്മുടെ PSC ഉറപ്പായിട്ടും ചോദിക്കുമെന്ന് എനിക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഒരു പുസ്തകമാണ് ആത്മകഥയായ വിറ്റ്നസ്. ആരുടേതാണ്? സാക്ഷി മാലിക്. ഗുസ്തി താരമാണല്ലേ സാക്ഷി മാലിക് എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് കടക്കാനുള്ളത്, ഇന്നത്തെ ഇവിടുത്തെ ആദ്യം മുതൽ ഈ ഒരു സെപ്റ്റംബറിലെ കഴിഞ്ഞ വീക്കിലെ കോണ്ടൻറ്റുകളെല്ലാം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്യാം. അവിടെ നോക്കി ഇതിൻ്റെ ആൻസേഴ്സ് എല്ലാവരും ചെയ്യേണ്ടത് ഒരു പേപ്പറും പേനയും എടുക്കുക. ആദ്യം ഒരു പേപ്പറും പേനയും എടുക്കുക. നിങ്ങളുടെ മാർക്കുകളൊന്ന് നോട്ട് ചെയ്യുക. അതായത് നിങ്ങളുടെ ആൻസേഴ്സ് നോട്ട് ചെയ്യുക. ഔട്ട് ഓഫ് 10 ഞാനൊരു 10 ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയെന്നാണ് എൻ്റെ ഒരു കൗണ്ടിൻ്റെ എനിക്കൊരു ഓർമ്മ. എന്തായാലും അത് ഫൈനലിൽ എത്തുമ്പോൾ ഞാൻ പറയും. സോ അതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. 2025 അപരാജിത വിമൻ ആൻഡ് ചൈൽഡ് ബില്ല്, അപരാജിത ശിശു വനിതാ ബിൽ അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ്? 4 ഓപ്ഷൻസ്: ബംഗാൾ, കേരളം, തെലങ്കാന, കർണാടക. ഇതിലെ റൈറ്റ് ആൻസർ നമുക്കറിയാം ബംഗാളാണ്. ഇന്ന് തന്നെ ചർച്ച ചെയ്ത മറ്റൊരു ചോദ്യമായിരുന്നു. രണ്ടാമത്തെ ചോദ്യം, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ KFCയുടെ സ്റ്റാർട്ടപ്പ് കോൺക്ലേവിന് വേദിയായത് എവിടെയാണ്? 4 ഓപ്ഷൻസ് ആണ്: കൊല്ലം, എറണാകുളം, തിരുവനന്തപുരം, തൃശ്ശൂർ. ഇതിലെ റൈറ്റ് ആൻസർ തിരുവനന്തപുരമാണ് കേട്ടോ. ഞാൻ ഓപ്ഷൻസ് വായിക്കുന്ന ഇടയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, പെട്ടെന്ന് തന്നെ ആൻസർ ഒന്ന് നോട്ട് ചെയ്യണം. മൂന്നാമത്തെ ചോദ്യമാണ്, നിത അഞ്ചും ചേലാട്ട് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 4 ഓപ്ഷൻസ് ആണ്: ആർച്ചറി, ഷൂട്ടിംഗ്, കുതിരയോട്ടം, ഗുസ്തി. ഇതിലെ റൈറ്റ് ആൻസർ ഏതാണ്? പെട്ടെന്ന് പറയാൻ ശ്രമിച്ചേ. നിത അഞ്ചും ചേലാട്ട് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുതിരയോട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വനിതയാണ് നിത അഞ്ചും ചേലാട്ട്. നാലാമത്തെ ക്വസ്റ്റ്യനാണ്, ഉന്നത പഠന മേഖലയും തൊഴിലും തിരഞ്ഞെടുക്കുവാൻ കുട്ടികൾക്കായുള്ള സമഗ്ര ശിക്ഷാകരണം നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? 4 ഓപ്ഷൻ: സ്റ്റാർ ലീപ്പ്, വിദ്യാസമുന്നതി, സമഗ്ര വിദ്യാജ്യോതി. ഇതിലെ റൈറ്റ് ആൻസർ നമുക്കറിയാം ഓപ്ഷൻ എ ആണ്, സ്റ്റാർ ലീപ്പ്. നാലാമത്തെ ചോദ്യം കഴിഞ്ഞിട്ടുണ്ട്. അഞ്ചാമത്തെ ചോദ്യം, പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്, കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ്. ഇതിൽ റൈറ്റ് ആൻസർ ഏതാണ്? ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ കർണാടകയാണ്. 2ാം സ്ഥാനത്ത് തമിഴ്നാടും 3ാം സ്ഥാനം കേരളവുമാണ്. സോ അതും നമ്മൾ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീൽ മേഖലയിൽ ഇന്ത്യയിൽ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിച്ചത് എവിടെയാണ്? ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത് 4 ഓപ്ഷൻ: ഹിസാർ, പാട്ന, ചെന്നൈ, കൊച്ചി. ഇതിലെ റൈറ്റ് ആൻസർ നമുക്കറിയാം ഹരിയാനയിലെ ഹിസാറിലാണ് ഈ ഒരു ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത്. ഏഴാമത്തെ ചോദ്യമാണ്, ശരിയായ പ്രസ്താവന കണ്ടെത്തുക. നിതേഷ് കുമാർ 2024 പാരാലിമ്പിക്സിൽ ബാഡ്മിൻ്റണിൽ സ്വർണം നേടി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് 2ാം സ്വർണം നേടി. പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി 2ാം സ്വർണം നേടിയത് നിതേഷ് കുമാറാണ്. പഞ്ചാബ് സ്വദേശിയാണ് നിതേഷ് കുമാർ. ഇതിൽ റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ്? ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അതായത് 2024 ബാഡ്മിൻ്റണിലാണ് സ്വർണ്ണ മെഡൽ നേടിയത്. പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ 2ാമത്തെ സ്വർണ്ണമാണ്. കൂടാതെ ഇദ്ദേഹം പഞ്ചാബ് സ്വദേശിയല്ല, രാജസ്ഥാൻ സ്വദേശിയാണ് കേട്ടോ. രാജസ്ഥാൻ സ്വദേശിയാണ് നിതേഷ് കുമാർ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഏതാണ് ശരി? എയും ബിയും ശരി. എയും ബിയുമാണ് ഇവിടെ ശരിയായിരിക്കുന്നത്. അടുത്ത T20 ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരം ആരാണ്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നിക്കോളാസ്, അതായത് ക്രിസ് ഗെയിൽ, നിക്കോളാസ് പൂരൻ, രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി. ഇവിടെ ആൻസർ നിക്കോളാസ് പൂരനാണ്. ക്രിസ് ഗെയിലിൻ്റെ റെക്കോർഡിനെ മറികടന്നുകൊണ്ടാണ് നിക്കോളാസ് പൂരൻ ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയത്. അടുത്ത 9ാമത്തെ ചോദ്യം, 2024 പാരാലിമ്പിക്സിലെ ഈ ഒരു അത്ലറ്റിക്സിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ നേടിയതാണെങ്കിൽ 2024 പാരാലിമ്പിക്സ് അത്ലറ്റിക്സിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ നേടിയിരിക്കുന്നത് 4 ഓപ്ഷൻസ് ആണ്:
പ്രീതി പാൽ, അവനി ലേക്ര, നിതേഷ് കുമാർ, സുമിത് ആൻറ്റിൽ. ആൻസർ പ്രീതി പാലാണ് കേട്ടോ, പ്രീതി പാൽ. 2021 പാരാലിമ്പിക്സിൽ അത്ലറ്റിക്സ് ഇവൻറ്റിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ നേടിയിരിക്കുന്നത്, 24 മെഡൽ നേടിയിരിക്കുന്നത് പ്രീതി പാലാണ്. 10ാമത്തെ ചോദ്യം, 2024 ജൂലൈയിൽ അന്തരിച്ച അൻഷുമാൻ ഗെയ്ക്വാദ് ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇത് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്ത ഒരു ചോദ്യമല്ല, എങ്കിലും നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഫുട്ബോൾ, കബഡി, അത്ലറ്റ്, അതുകൂടാതെ തന്നെ ക്രിക്കറ്റ്. എങ്കിൽ ഇതിലെ റൈറ്റ് ആൻസർ അൻഷുമാൻ ഗെയ്ക്വാദ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഇന്ത്യൻ ടീമിലൊക്കെ പങ്കെടുത്തിരുന്ന വ്യക്തിയാണ് അൻഷുമാൻ ഗെയ്ക്വാദ്. അദ്ദേഹം ജൂലൈയിലാണ് അന്തരിച്ചത്. അടുത്തതായി, അപ്പോൾ നമ്മുടെ 10 ചോദ്യങ്ങൾ ഇന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടൽ ഇന്ന് 10 ചോദ്യങ്ങളാണ് സൂപ്പർ ക്യൂയിൽ ഉൾപ്പെടുത്തിയത്. ഔട്ട് ഓഫ് 10ൽ നിങ്ങൾക്ക് എത്ര നേടാൻ കഴിഞ്ഞു? എല്ലാവരും സത്യസന്ധമായിട്ട് നിങ്ങളുടെ മാർക്ക്, 1 മാർക്കെങ്കിൽ 1 മാർക്ക്, 2 മാർക്ക്, എനിക്ക് ഉറപ്പായിട്ട് ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾക്ക് എന്തായാലും 5 മാർക്കിൽ കൂടുതൽ കിട്ടിക്കാണ്. കാരണം ഇതിൽ കൂടുതൽ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് നിങ്ങളെ പഠിപ്പിക്കാത്തത്, ബാക്കിയെല്ലാം ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു പോയ കാര്യങ്ങൾ തന്നെയാണ്. സോ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. നമുക്കെന്തായാലും അടുത്തതായിട്ട് ഒറ്റ നോട്ടത്തിൽ 20 ചോദ്യങ്ങൾ, അതായത് റിവിഷനാണ്. നിങ്ങൾക്ക് പഴയ കാര്യങ്ങളെല്ലാം ഒന്ന് റിവിഷൻ ചെയ്ത് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഒറ്റ നോട്ടത്തിൽ 20 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ എക്സാം വ്യൂ പോയിന്റിലുള്ള കാര്യങ്ങളാണ്. 2024 ഓഗസ്റ്റിൽ ഭരണവിരുദ്ധ പ്രക്ഷോഭത്തിനെ തുടർന്ന് രാജിവെച്ച ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന കഴിഞ്ഞ മാസമാണല്ലേ എന്ത് ചെയ്തിരിക്കുന്നത്, രാജിവെച്ചിരിക്കുന്നത്. തുടർന്ന് പുതിയ സർക്കാരിനെ നയിക്കുന്നതാണെങ്കിൽ പ്രൊഫസർ മുഹമ്മദ് യൂനിസാണ്. അതായത് പാവങ്ങളുടെ ബാങ്കർ എന്നറിയപ്പെടുന്ന, സമാധാനത്തിന് നൊബേൽ സമ്മാനം 2006 ലഭിച്ചിരിക്കുന്ന വ്യക്തിയാണ് മുഹമ്മദ് യൂനിസ്. അദ്ദേഹമാണ് ഇപ്പോൾ ആ ഒരു ഇടക്കാല സർക്കാരിനെ നയിക്കുന്നത്. അടുത്തതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ്. 2024 ഓഗസ്റ്റിൽ SBI ചെയർമാനായിട്ട് നിയമിതനായതാണെങ്കിൽ ചെല്ല ശ്രീനിവാസലു സെട്ടിയാണ്. CS സെട്ടി എന്ന് പറയും. 2024 ഓഗസ്റ്റിൽ ഈ ഒരു SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായിട്ട് നിയമിതനായിരിക്കുന്ന ചെല്ല ശ്രീനിവാസലു സെട്ടി അല്ലെങ്കിൽ CS സെട്ടി എന്ന് പറയും. തിരുവനന്തപുരത്തെ നേമം റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് തിരുവനന്തപുരം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ എന്നാണ് കേട്ടോ. എങ്കിൽ കൊച്ചുവേളിയുടെ പുതിയ പേരാണെങ്കിൽ തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നോക്കിയാൽ നേമത്തിനെ സൗത്തായിട്ടും കൊച്ചുവേളിയെ നോർത്തായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും. ട്രിവാൻഡ്രം എന്ന് പറയുന്ന ജില്ല ഇങ്ങനെ ഇരുന്നാലും ഇവിടെ കൊച്ചുവേളി ഇങ്ങും അതുപോലെ തന്നെ നേമം ഇങ്ങാണ് കിടക്കുന്നത്. അപ്പോൾ സൗത്തിലാണ് കിടക്കുന്നത് നേമം, അതുപോലെ കൊച്ചുവേളി നോർത്തിലുമാണ് കിടക്കുന്നത്. അങ്ങനെ എങ്ങ് നിങ്ങൾ ലോജിക്കലി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. സംസ്ഥാന വ്യാപകമായിട്ട് പ്രമുഖ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ വീട്ടിലും സ്ഥാപനങ്ങളും GST വകുപ്പ് നടപ്പിലാക്കിയ പരിശോധന ഓപ്പറേഷൻ ഗുവാപ്പോ എന്നാണ്. ഓപ്പറേഷൻ ഗുവാപ്പോ. GSTക്ക് മുമ്പുള്ള നികുതി കുടിശ്ശികകൾ തീർക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ പരാമർശിച്ചിരുന്ന ഒരു പദ്ധതിയാണ് ആംനസ്റ്റി പദ്ധതി. പുതുച്ചേരിയുടെ പുതിയ ലഫ്റ്റനൻറ്റ് ഗവർണറായിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്ത വ്യക്തിയാണ് കെ കൈലാസനാഥ്. മലയാളിയാണ് കേട്ടോ. 2024 പാരീസ് ഒളിമ്പിക്സിൽ പുരുഷ ജാവലിംഗ് ത്രോയിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര. ഇന്ന് പറഞ്ഞതെല്ലാം നമ്മുടെ പാരാലിമ്പിക്സാണ്. ഇത് സമ്മർ ഒളിമ്പിക്സിൻ്റെ കാര്യമാണ്. സമ്മർ ഒളിമ്പിക്സിൽ ഈ ഒരു ജാവലിംഗ് ത്രോയിൽ വെള്ളി മെഡൽ നേടിയതാണെങ്കിൽ നീരജ് ചോപ്ര 89.45 മീറ്റർ കേട്ടോ. ആ ഒരു ത്രോ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു മെഡൽ നേടിയിരിക്കുന്നത്. എങ്കിൽ സ്വർണ്ണ മെഡൽ നേടിയെന്ന അർഷാദ് നദീമാണ് അല്ലേ, പാകിസ്ഥാൻ്റെ ഈ ഒരു കായിക താരമായ അർഷാദ് നദീമാണ്. 92.97 റെക്കോർഡാണ് ആ ഒരു ഡിസ്റ്റൻസ്. 92.97 മീറ്റർ റെക്കോർഡോട് കൂടിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അർഷാദ് നദീം സ്വർണ്ണ മെഡൽ നേടിയത്. അടുത്തതായിട്ട് കായിക സേവനങ്ങൾ ഏകജാലക സംവിധാനം കൊണ്ടുവരുന്നതിനായി സംസ്ഥാന കൃഷി വകുപ്പ് അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ കതിർ എന്നാണ്. കതിർ മൊബൈൽ ആപ്ലിക്കേഷൻ. ഒളിമ്പിക്സിൻ്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാകയേന്തിയ പുരുഷ താരം ആയിരുന്നു PR ശ്രീജേഷ്. നമുക്കറിയാം വനിതാ താരം മനു ഭാക്കർ ആയിരുന്നു. ഇത് സമ്മർ ഒളിമ്പിക്സ് ആണ് കേട്ടോ. സമ്മർ ഒളിമ്പിക്സിൻ്റെ കാര്യമാണ് പറയുന്നത്. സമ്മർ ഒളിമ്പിക്സിൽ ഓപ്പൺ സെറിമണിയിൽ ഇന്ത്യയുടെ പതാകയേന്തിയതും 2 വ്യക്തികളാണ്. പുരുഷന്മാരിൽ നിന്ന് നമുക്കറിയാം ആരായിരുന്നു, അജന്ത ശരത് കമലിൻ്റെ ഇവൻറ്റ് ടേബിൾ ടെന്നീസ് ആണ് കേട്ടോ. ടേബിൾ ടെന്നീസ്. അദ്ദേഹം ഓപ്പണിംഗ് സെറിമണിയിലാണ് ഇന്ത്യയുടെ പതാകയേന്തിയത്. സമ്മർ ഒളിമ്പിക്സിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇനി ഇത് പുരുഷന്മാരുടെ മെൻസിൽ നിന്നാണ്. ഇനി വിമൻസിൽ നിന്നാവുമ്പോൾ ആരായിരുന്നു, PV സിന്ധു ആണ്. PV സിന്ധുവിൻ്റെ ഇവൻ്റ് ഏതായിരുന്നു നമുക്കറിയാം, ബാഡ്മിൻ്റനാണ് PV സിന്ധുവിൻ്റെ ഇവൻറ്റ്. നേരെ നമ്മുടെ ഈ ഒരു
അപ്പോൾ ഈ ഒരു നേരെ സമാപന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക ഏന്തിരിക്കുന്നത് മനു ഭാക്കർ ഷൂട്ടിങ്ങും അതുപോലെ PR ശ്രീജേഷ് ഹോക്കിയുമാണ്. PR ശ്രീജേഷിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ജേഴ്സി നമ്പർ 16 ഫെഡറേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, അത് പിൻവലിച്ചിട്ടുണ്ട്. ഇനി ആർക്കും ആ ഒരു നമ്പർ കൊടുക്കാറില്ല. സോ അദ്ദേഹം PR ശ്രീജേഷ് മലയാളിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. സോ അടുത്തതായി മറ്റൊരു ചോദ്യം, 11ാമത്തെ ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യ വന്ദേ മെട്രോ പുറത്തിറക്കിയത്, ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ മെട്രോ പുറത്തിറക്കിയ 2024 ഓഗസ്റ്റ് 3 എങ്കിൽ വന്ദേ ഭാരത് ട്രെയിൻ ആദ്യമായിട്ട് സർവീസ് ആരംഭിച്ചിരിക്കുന്ന ഡൽഹി ടു വാരണാസിയിൽ 2019 ഫെബ്രുവരി 15. നമ്മുടെ എക്സാംസിന് വെരി വെരി ഇമ്പോർട്ടൻറ്റ് കോണ്ടൻ്റാണ്. വന്ദേ ഭാരത് ട്രെയിൻ ആദ്യ സർവീസ് ആരംഭിച്ചിരിക്കുന്ന ഡൽഹി ടു വാരണാസി 2019 ഫെബ്രുവരി 15 എങ്കിൽ നമുക്ക് തുളസീദാസിൻ്റെ രാമചരിതമാനസം എന്ന മലയാളത്തിൽ വിവർത്തനം ചെയ്ത് പ്രൊഫസർ CG രാജഗോപാൽ കഴിഞ്ഞ മാസം അന്തരിച്ചു പോയിട്ടുണ്ട്. തുളസീദാസിൻ്റെ ശ്രീരാമചരിതമാനസം മലയാളത്തിലോട്ട് വിവർത്തനം ചെയ്തതാരെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ആരാണ്? പ്രൊഫസർ CG രാജഗോപാൽ. അടുത്തിടെ അന്തരിച്ചു പോയ വ്യക്തിയാണ്. ഇവിടെ ISRO തയ്യാറാക്കിയ മണ്ണിടിച്ചിൽ ഭൂപടത്തിൽ രാജ്യത്ത് തന്നെ 3ാം സ്ഥാനത്തുള്ള ജില്ല ഏതെന്ന് വെച്ചാൽ തൃശ്ശൂരാണ് കേട്ടോ. രാജ്യത്ത് തന്നെ 3ാം സ്ഥാനത്തുള്ള ജില്ല ഏതെന്ന് വെച്ചാൽ തൃശ്ശൂരാണ്. ആദ്യ സ്ഥാനം നേടിയിരിക്കുന്ന രുദ്രപ്രയാഗ്, ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗ്. വയനാട് ഈ പട്ടികയിൽ നേടിയിരിക്കുന്നതാണെങ്കിൽ 13ാം സ്ഥാനമാണ് കേട്ടോ, 13ാം സ്ഥാനം. രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലം നിലവിൽ വന്നത് പാമ്പൻ റെയിൽവേ പാലത്തിലാണ്. പാമ്പൻ റെയിൽവേ പാലം. എ പാഷൻ ഫോർ ഡാൻസ് എന്ന ആത്മകഥ ആരുടേത്? ഒരു പുസ്തകമാണ്, ആത്മകഥയാണ്, ഓട്ടോബയോഗ്രഫിയാണ് എ പാഷൻ ഫോർ ഡാൻസ്. സോ ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് യാമിനി കൃഷ്ണമൂർത്തി, കുച്ചിപ്പുടി നർത്തകിയാണ്. അടുത്തിടെ അന്തരിച്ചു പോയ ഒരു വനിതാ നർത്തകിയാണ് യാമിനി കൃഷ്ണമൂർത്തി. അവരുടെ ആത്മകഥയാണ് എ പാഷൻ ഫോർ ഡാൻസ് എന്ന് പറയുന്നത്. 2024 ഈ ഒരു വേൾഡ് ക്രാഫ്റ്റ് കൗൺസിലിൻ്റെ വേൾഡ് ക്രാഫ്റ്റ് സിറ്റി ടാഗ് ലഭിച്ചിരിക്കുന്ന ഇന്ത്യയിലെ നഗരം ശ്രീനഗറാണ്. കൂടാതെ തന്നെ ജയ്പൂരും, അതായത് രാജസ്ഥാനിലെ ജയ്പൂരും തമിഴ്നാട്ടിലെ മാമല്ലപുരവും കർണാടകയിലെ മൈസൂറും ഇതിനു മുന്നേ ഈ ഒരു ക്രാഫ്റ്റ് സിറ്റി ടാഗ് ലഭിച്ചിട്ടുള്ള ഇന്ത്യയിലെ നഗരങ്ങളാണ്. ഇപ്പോൾ നിലവിൽ 4ാമത്തെ നഗരമാണ് ശ്രീനഗർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. എങ്കിൽ അടുത്തതായിട്ട് ഇന്ത്യയിലെ ആദ്യ മുങ്ങിക്കിടക്കുന്ന മ്യൂസിയം സങ്കൻ മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഡൽഹിയിലാണ്. സങ്കൻ മ്യൂസിയം ഡൽഹിയിലെ ഹുമയൂണിൻ്റെ ടോംബിലാണ് അല്ലെങ്കിൽ ശവകുടീരത്തിലാണ് സങ്കൻ മ്യൂസിയം ഇപ്പോൾ നിലവിൽ സ്ഥിതി ചെയ്യുന്നത്. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയുടെ രാജിയെ തുടർന്ന് രൂപീകരിച്ച ഇടക്കാല സർക്കാരെ നയിക്കുന്ന നൊബേൽ സമ്മാന ജേതാവ് പ്രൊഫസർ മുഹമ്മദ് യൂനിസ്, ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. കൂടാതെ 2024 ഓഗസ്റ്റിൽ SBIയുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായിട്ട് നിയമിതനായത് ചല്ല ശ്രീനിവാസുലു സെട്ടി, CST എന്ന് പറയും. സോ അത് 2 റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ നമ്മുടെ ഇന്നത്തെ 20 ചോദ്യങ്ങൾ, ഒറ്റ നോട്ടത്തിൽ 20 ചോദ്യങ്ങൾ അതും കഴിഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു വീക്കിലെ കാര്യങ്ങൾ വളരെ ക്ലിയർ ആൻഡ് ക്രിസ്റ്റലായിട്ട് പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സൂപ്പർ QA, നിങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ ഒന്ന് മെമ്മറൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്ന്, നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി 10 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം 20 ചോദ്യങ്ങൾ, അനുബന്ധ ചോദ്യങ്ങൾ, അതായത് പ്രീവിയസ് ആയിട്ട് കഴിഞ്ഞ മാസങ്ങളിലെ ചോദ്യങ്ങൾ നിങ്ങൾ ഒന്ന് പഠിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ ഒരു കഴിഞ്ഞ വീക്ക് മുതലാണല്ലോ ഈ ഒരു ദൗത്യം സ്റ്റാർട്ട് ചെയ്തത്. സോ അതിന് മുന്നേ ഉള്ള കാര്യങ്ങളെല്ലാം ഒന്ന് പഠിപ്പിക്കുക എന്നതാണ് ഈ ഒറ്റ നോട്ടത്തിൽ 20 ക്വസ്റ്റ്യൻ. അങ്ങനെ ഓരോ വീക്കിലും 20 ക്വസ്റ്റ്യൻസ് തന്നു നിങ്ങളെ ഈ ഒരു കറണ്ട് അഫേഴ്സ് ഇനി സെറ്റ് ചെയ്തെടുക്കുന്നതാണ്. സോ ഒറ്റ നോട്ടത്തിൽ 20 ചോദ്യങ്ങൾ അതും നമ്മൾ ചർച്ച ചെയ്തു. സോ നിങ്ങൾക്ക് വളരെ സമഗ്രമായിട്ടാണ് കറണ്ട് അഫേഴ്സ് ഇനി മുതൽ പോകുന്നത്. കൃത്യമായിട്ട് ക്ലാസ്സുകൾ കണ്ടു തീർക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുക. സോ നമുക്ക് എന്തായാലും ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ലേണിംഗ്.